الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر وقال النبي صلى الله عليه وسلم من رأى منكم منكرا فليغيره بيده فإن لم يستطع فبلسانه فإن لم يستطع فبقلبه وذلك أضعف الإيمان أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ തിന്മകളെ നന്മകളാക്കാൻ പടച്ചവൻ ഇരുത്തത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ താൽക്കാലികമായ ഒരു കുറഞ്ഞ കാലത്തേക്ക് ഭൂമിയിലേക്ക് അയച്ചതാണ്. നമ്മുടെ യഥാർത്ഥമായ ജീവിതം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. ഓരോ മനുഷ്യരും ആ ജീവിതത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും നമ്മളിൽ നിന്ന് കഴിഞ്ഞു കിടക്കുമ്പം നമ്മൾ ഖബറുമായിട്ട് അടുക്കുകയാണ് എന്ന് നമ്മൾ നല്ലതുപോലെ ഓർക്കുക. ഒരു വർഷമാണ്, ഒരു 5-6 ഷീറ്റ് പേപ്പറാണ് കലണ്ടറുകളിൽ നമ്മൾ എടുത്ത് കളയുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരിക്കലും നികത്താനാവാത്ത നഷ്ടമാണ് നമുക്ക് സംഭവിക്കുന്നത്. എന്നുവെച്ചാൽ ഖബറിലേക്ക് അടുക്കുകയാണ്. ഒരാൾ ഈ ചുമരിൽ നിന്ന് ആ ചുമരിലേക്ക് നടക്കുമ്പം അതുമായി അടുക്കുന്നത് പോലെ ഓരോ അടി വെക്കുന്തോറും അങ്ങോട്ട് അടുക്കുകയാണ്. ഇതുപോലെ ജനനത്തിൽ നിന്ന് മരണത്തിലേക്ക് നടന്ന് നീങ്ങാണ്. മരണത്തിൻ്റെ തീയതി അത് നിർണയിക്കപ്പെട്ടതാണ്. ഓരോ കലണ്ടറുകൾ മാറുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, ഞാൻ ഖബറുമായി അടുക്കുകയാണ്. 2020 ഒരുപാട് ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞു. 2021 നമ്മൾ പ്രവേശിച്ചു. ഇനി ഈ വർഷം അള്ളാഹുവിലേക്ക് ചെന്ന് ചേരാനുള്ള ആളുകളുടെ ലിസ്റ്റ് പുറപ്പെടുവിച്ച് കഴിഞ്ഞതാണ്. ആരൊക്കെയാണ് അതിലുണ്ടാവുക? കഴിഞ്ഞ വർഷം ഒരിക്കലും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച ആളുകൾ നമ്മൾ അത്ഭുതത്തോടു കൂടി, ഞെട്ടലോട് കൂടിയാണ് കേൾക്കുന്നത്. ഒരു 1.5-2 മാസം മുമ്പ് 2 ആൾക്കാർ ഇതേപോലെ ഒരു വെള്ളിയാഴ്ച വന്നിരുന്നു. ഒരാവശ്യം മശൂറ ചെയ്യാൻ, കൂടിയാലോചിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഒരു 1.5 മാസം 2 മാസമായിട്ടുണ്ടാവും. ഇതേപോലത്തെ ഒരു വെള്ളിയാഴ്ച നല്ല ചെറുപ്പക്കാരനായ ഒരാൾ, ഒരു 10, 46, 47, 50 ചോടുള്ള ആൾ, പക്ഷേ കാണാൻ നല്ല ആരോഗ്യവും നല്ല ഉഷാറൊക്കെ ഉള്ള ഒരാൾ. നേരെ കൊടുത്ത് വേറൊരാൾ. അയാൾ എന്നോട് പറഞ്ഞിട്ട് എനിക്ക് ആളെ മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നെ വന്നപ്പോൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, കാര്യങ്ങളൊക്കെ ആലോചിച്ചു. ഇപ്പം ഞാൻ വേറൊരു കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. ഒരു പോയി മിനിയാന്ന് 4 നാൾ എന്നെ വിളിച്ചു. കൂട്ടത്തിലുണ്ടായിരുന്ന 2ാമത്തെ ആൾ വിളിച്ചു. എന്നോട് പറഞ്ഞു അയാൾ മരിച്ചു. സത്യത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ. കാരണം 1.5 മാസമായിട്ടേ ഉണ്ടാവുള്ളൂ. നല്ല ആഫിയത്തിൽ
ഒരു ദുനിയാവിൻ്റെ കാര്യം ആലോചിക്കാൻ വേണ്ടി വന്നതായിരുന്നു. എന്തുണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ ആ നാട്ടിൽ നിന്നുള്ള ഒരാളെ വിളിച്ചിട്ട് അപ്പം പറഞ്ഞു രാത്രി പള്ളിയിലൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. 2020 പോകാനുള്ള ആളാണ്, ആർക്കും പിടിച്ചേക്കാൻ പറ്റില്ല. ഇതേപോലെ നമ്മളുടെ 2021 പറഞ്ഞു. നമ്മൾ അതിനെ പുതുവത്സര ആശംസകളെന്നും എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളോട് ചോദിക്കുക എൻ്റെ അവധി ഏതിലായിരിക്കും ഉണ്ടാവുക. ഒരു വർഷം കൂടി പിന്നിട്ടു എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഖബറിലേക്ക് അടുത്തു. ഒരാൾ സൈക്കിളിൻ്റെ ബാക്കിൽ, പഴയ കാലത്തൊക്കെ അതിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാവും, അതിൽ അരിൻ്റെ ചാക്ക് വെച്ചിട്ട് കൊണ്ടുപോവാണ്. അതിന് ഉക്കിട്ടിട്ട് ഒരു പിടിക്കലുണ്ട്, ഒരു കുളത്തിട്ടിട്ട് ഇരുമ്പിൻ്റെ, അത് എടുത്തിട്ട് ഇങ്ങനെ വെച്ചതാണ്. അതിന് 2-3 നൂല് പൊട്ടിയിട്ടുണ്ട്, അതിലൂടെ അങ്ങനെ അരി താഴേക്ക് വീഴുന്നുണ്ട്. സൈക്കിളിൽ ചവിട്ടുന്ന ആൾ മുന്നോട്ടേക്ക് നോക്കി ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന ആള് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ 2 ലൈനായിട്ട് ഇങ്ങനെ അരി വീണുകൊണ്ട് പോകുന്നുണ്ട്. അയാൾ അറിയില്ല, അയാൾ മുന്നിൽ ലക്ഷ്യമാക്കി ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ചവിട്ടി അയാളെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോഴേക്കും അയാൾക്ക് എന്താ സംഭവിക്കുക? അയാളുടെ ചാക്കിൽ നിന്ന് അരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ഒരു ലക്ഷ്യത്തിലെത്തുമ്പോഴേക്കും എന്തായിട്ടുണ്ടാവും? ഒരു 10-15 കിലോമീറ്റർ അയാൾക്ക് ചവിട്ടി പോകാനുണ്ടെങ്കിൽ അയാൾ അടക്കുമ്പോഴേക്കും അയാൾക്ക് ചവിട്ടൽ സുഖമായി വരും. എന്താ കാരണം? ആ ബാക്കിലെ ഭാരം കുറഞ്ഞിട്ടുണ്ടാവും. റോഡിൻ്റെ സൈഡിൽ 2 ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം മഗ്‌രിബിനോട് അടുത്ത നേരാണ്, ഇരുളി വരുന്നുണ്ട്. ആ സമയത്താണ് 2 ലൈൻ ഇങ്ങനെ പോകുന്നത് കാണുന്നുണ്ട്, വെള്ള ലൈൻ. അപ്പോൾ ഇവർ നോക്കി, അടുത്തെന്താ നോക്കി. അപ്പം നോക്കുമ്പോൾ അരിയാണ്. ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആരവിടെ അരിറ്റത് ലൈൻ പോലെ. അപ്പോൾ നോക്കുമ്പോൾ ഒരു സൈക്കിളുകാരൻ മുന്നിൽ പോകുന്നുണ്ട്. ഒരു കൈ കൊട്ടി, ശബ്ദം ഉണ്ടാക്കി, വിളിച്ചു. അപ്പോൾ അയാൾ നിർത്തി. അയാൾ തിരിഞ്ഞു ചോദിച്ചു എന്താന്ന്. നിങ്ങൾ അരി പോകുന്നുണ്ട് പറഞ്ഞു. അയാൾക്ക് മനസ്സിലാവില്ല. ഇവരങ്ങോട്ടേക്ക് നടന്നെടുത്തു. എന്നിട്ട് പോയി അതിനെന്തെങ്കിലും കടലാസോ എന്തെങ്കിലുമൊക്കെ വെച്ച് അയാൾ അരി പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ എത്രയോ പോയിട്ടുണ്ടാവും. അയാൾ പറയണേ എപ്പോഴോ പോയി തുടങ്ങിയിട്ടുണ്ടാവില്ലേ. ഇനി അയാളോട് പറയാതിരുന്നെങ്കിൽ ചിലപ്പം അയാൾക്ക് സഞ്ചിക മാത്രം കാലിയാവും. ഇതേപോലെ എൻ്റെയും നിങ്ങളുടെയും ആയുസ് ഒരു ചാക്കിലാക്കി, ഒരു വണ്ടിൻ്റെ പിന്നിലാക്കി, അതിൽ നിന്നിങ്ങനെ ഓരോ രാവും പകലും കൊഴിഞ്ഞുകൊണ്ട് പോവാണ്. നമ്മൾ മുന്നോട്ടേക്ക് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ കച്ചവടങ്ങൾ, പുതിയ പുതിയ വിശേഷങ്ങൾ, പുതിയ പുതിയ പ്രൊജക്റ്റുകൾ, അതൊക്കെ ഇതിങ്ങനെ മുന്നോട്ട് ചാടുകയാണ്. ആ ചാട്ടത്തിനിടയിൽ ഇതിങ്ങനെ കൊഴിഞ്ഞു ചാടിപ്പോകുന്നത് സൈക്കിൾ ചവിട്ടുന്ന ആള് മുന്നിൽ ലക്ഷ്യമാക്കി ചവിട്ടുന്നത് പോലെ ഞാനും നിങ്ങളും എന്തെങ്കിലും കച്ചവടം കരുപിടിപ്പിക്കാനും അതിനെ റെയിൽവേ കയറ്റാനൊക്കെ ഉള്ള ഓട്ടത്തിനിടയിൽ നമ്മുടെ ചാക്കിൽ നിന്ന് ആയുസ്സുകൾ കുറഞ്ഞു പോയി. ഒരു കൊല്ലം ഒന്നായിട്ട് പോയി. മുഅ്മിനീങ്ങളായ നമ്മൾ എന്തു ചെയ്തു? മുഅ്മിനല്ലാത്തവർ എന്തു ചെയ്തു? മുഅ്മിനല്ലാത്തവർ ഇന്നലത്തെ രാത്രി അർമ്മദിച്ച് തീർത്തിട്ടുണ്ടാവാം. ഒരു വർഷം തന്നതിന് വേണ്ടി സൃഷ്ടാവായ പടച്ചവനെ വെറുപ്പിക്കാൻ പറ്റുന്നിടത്തോളം വെറുപ്പിച്ചവരുണ്ടാവാം ഭൂമിയിൽ. മദ്യപാനത്തിലും വേണ്ടാത്തരങ്ങളിലുമായി, വേണ്ടാത്തരങ്ങളിൽ, കളിതമാശകളിൽ കഴിഞ്ഞുപോയി. അതിന് ബോധപൂർവം, യാദൃശികമല്ല, ഒരു വർഷം തീരാണ്, ഇതിനെ എൻജോയ് ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ച് പടച്ചവനെ വെറുപ്പിച്ച് തീർത്തവർ ഇന്നലെ രാത്രിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ കുറേ ആൾക്കാർ ഇന്നലെ രാത്രിയിൽ അള്ളാഹുവിനോട് പടച്ചവനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൊഴിഞ്ഞു ചാടി തീർന്നു പോവാണ്. 2020 എന്ന് പറഞ്ഞ ഒരു വർഷത്തിൽ ഞാൻ എന്ത് നേടി? ഒന്നും നേടാതെ കുറേ ജുമാകൾ നഷ്ടപ്പെട്ടു, കുറേ ജമാഅത്ത് നമസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു, പല രോഗങ്ങളുടെയും പേരിൽ പല അവസ്ഥകളിലും എത്തി. അങ്ങനെ ഒന്നും സമ്പാദിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എൻ്റെ വർഷം തീർന്നല്ലോ. ഇനി എൻ്റെ അടുത്ത വർഷത്തിലേക്ക് ഞാൻ കാലുവെക്കുകയാണ്. ഇത് പൂർത്തീകരിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പടച്ചവനെ എനിക്ക് മാപ്പ് തരണേ, എനിക്ക് പുറത്തു തരണേ എന്ന് പടച്ച തമ്പുരാന്റെ മുന്നിൽ കൈനീട്ടാൻ സമയം വിനിയോഗിച്ചവരും ഉണ്ടാവാം. അതുകൊണ്ട് നമുക്കറിയില്ല ഈ വർഷത്തിൻ്റെ അവസാനത്തേക്ക് നമ്മൾ എത്തുമോ എന്ന്. നമ്മളെ റബ്ബ് നമ്മളെപ്പം തിരിച്ചു വിളിക്കും നമുക്കറിയില്ല. അതുകൊണ്ട് ഈ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ഇയാളോട് കരുണ കാണിക്കേണ്ടത്, അല്ലെങ്കിൽ അയാളോട് അലിവ് കാണിക്കേണ്ടത് മനുഷ്യത്വപരമായ ഇടപെടലാണ്.
ആ വഴിയോരത്ത് സംസാരിച്ചിരുന്ന സഹോദരങ്ങൾ ഓടിപ്പോയി അയാളുടെ സൈക്കിളിൽ ആ ചാക്കിന് എന്തെങ്കിലുമൊക്കെ കടലാസോ മറ്റോ വെച്ച് അയാളെ ലക്ഷ്യസ്ഥാനത്തേക്ക് അയാളുടെ സമ്പത്ത് നഷ്ടപ്പെടാത്ത നിലയിൽ എത്തിക്കാൻ വേണ്ടി അധ്വാനിച്ചതിനെ നമ്മൾ മനുഷ്യത്വം എന്ന് പറയുമെങ്കിൽ ഗഫ്ലത്തിൽ കഴിഞ്ഞ് ആഖിറത്തിനെ മറന്ന് സൃഷ്ടാവും പരിപാലകനും സംരക്ഷകനുമായ അള്ളാഹുവിനെ മറന്ന് അവൻ്റെ ദീനിനെ മറന്ന് അവൻ്റെ കൽപ്പനകൾക്ക് വിലമതിക്കാതെ ഇച്ഛകൾക്കും താല്പര്യങ്ങൾക്കും വഴിപ്പെട്ട് അവനെ വെറുപ്പിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ കൈ പിടിച്ച് സഹോദര, നിങ്ങളുടെ ചാക്കിൽ നിന്ന് ഇതാ ഓരോ ദിവസങ്ങളായി കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ നിങ്ങൾ ഏറ്റവും ലാഭകരമാക്കണം. ഒരു വർഷം തീർന്നു, നിങ്ങൾ ഓരോ ദിവസവും തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആയുസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യം തീർന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പം നമ്മളെ രോഗം പിടിപെടുമെന്നോ മരണം നമ്മളെപ്പം പിടിപെടുമെന്നോ നമുക്കറിയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനം നമ്മളെല്ലാ അധിക ആഴ്ചകളിലും ഖുത്ബയിൽ കേൾക്കാറുണ്ട്. ബാദിറു ബിൽ അഅമാലി സബ്അ, ബാദിറു ബിൽ അഅമാൽ, നിങ്ങൾ അമലുകളിലേക്ക് ധൃതി കാണിച്ചോളീൻ, അമലുകളിലേക്ക് നിങ്ങൾ ധൃതി കാണിച്ചോളീൻ. ബാദിറു ബിൽ അഅമാലി സബ്അ, 7 കാര്യങ്ങൾ വരുന്നതിന് മുമ്പായി നിങ്ങൾ അമലുകളിലേക്ക് ധൃതി കാണിച്ചോളീൻ. ഹൽ തന്തളിറൂന ഇല്ലാ ഫഖറൻ മൻസിയ, എന്താ നിങ്ങൾ നിങ്ങളെ മറപ്പിച്ച് കളയുന്ന ദാരിദ്ര്യത്തെയാണോ പ്രതീക്ഷിച്ച് നിൽക്കുന്നത്? സഹോദരന്മാരെ, ദാരിദ്ര്യം എപ്പം വരുമെന്ന് ആർക്കും അറിയില്ല. ദാരിദ്ര്യത്തോടു കൂടി മനുഷ്യൻ അസ്വസ്ഥനാവും, മനുഷ്യന് ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങളും കൂടി ചെയ്യാതാവും. കാരണം അവിടെയും പ്രശ്നം, ഇവിടെയും പ്രശ്നം, അതും പ്രശ്നം, ഇതും പ്രശ്നം. മക്കളെ ഫീസ് അടച്ചിട്ടില്ല, കറണ്ടിന്റെ ബില്ല് അടച്ചിട്ടില്ല, വീട്ടിക്ക് സാധനങ്ങൾ വാങ്ങിയിട്ടില്ല, അവിടെ പൈസ കൊടുക്കാനുണ്ട്, ഇവിടെ പൈസ കൊടുക്കാനുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ കഴിഞ്ഞ് ഉഴലുമ്പോൾ മനുഷ്യർക്ക് ദീനിയായി ചിന്തിക്കാൻ, ആഖിറത്തിലേക്ക് തിരിയാൻ, അമലുകളിലേക്ക് തിരിയാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവൂല. അതുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കാണ്, ഹൽ തന്തദിറൂന ഇല്ലാ ഫഖറൻ മൻസിയ, മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യത്തെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഔ ഗിനൻ മുത്ഗിയ, അല്ലെങ്കിൽ വഴികെടുത്തി കളയുന്ന സമ്പന്നതയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? മനുഷ്യന് താൽക്കാലികമായി ഒപ്പിച്ചു പോവാനുള്ള സമ്പത്തുണ്ടായിരുന്നു, അതിനിടയിൽ കച്ചവടം അത് വളരെ വർധനവുണ്ടായി, അത് കുതിച്ചുയരാൻ തുടങ്ങി. അങ്ങനെ ഒന്നിനു ശേഷം ഒന്നായി ഇങ്ങനെ കച്ചവടത്തിന്റെ ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ അതിന്റെ അവസ്ഥകളെ വിപുലമാക്കാനുള്ള തിരക്കിനിടയിൽ ഷോപ്പിന്റെ ഓപ്പണിങ്ങും അതിന്റെ ഫർണിഷിങ്ങും അതിന്റെ ഫിനിഷിങ്ങും ഒക്കെ അതിന്റെ പിന്നാലെ ഓടുന്നതിനിടയിൽ മനുഷ്യർക്ക് പലപ്പോഴും നിസ്കരിക്കാൻ നേരം കിട്ടാതായി, മനുഷ്യർക്ക് ഖുർആൻ ഓതാൻ നേരം കിട്ടാതായി. ഒരുപാട് ഷോപ്പുകൾ അതിന്റെ പണികളും തിരക്കുകളുമായി. അങ്ങനെ സമ്പന്നത കുന്നുകൂടിയപ്പോൾ മനുഷ്യർക്ക് അള്ളാഹുവിനോട് എതിര് ചെയ്യാനുള്ള, എന്ന് വെച്ചാൽ ഏറ്റവും വലിയ എതിരെന്താണ്? മദ്യപിക്കലോ വ്യഭിചരിക്കലോ അല്ല, നമസ്കാരം ഉപേക്ഷിക്കലാണ്, അള്ളാഹുവിന്റെ കൽപ്പനകളെ ഉപേക്ഷിക്കലാണ്, നിരോധനകളെ പ്രവർത്തിക്കലാണ് കുറ്റമെന്ന് നമ്മൾ അറിയാതെ വിചാരിച്ചിരിക്കാൻ. നിരോധനകളെ പ്രവർത്തിക്കൽ കുറ്റമായതുപോലെ തന്നെയാണ് കൽപ്പനകളെ ഉപേക്ഷിക്കലും കുറ്റമാണ്. കൽപ്പനകളെ ഉപേക്ഷിക്കൽ കുറ്റമാണ്, നിസ്കാരം ഉപേക്ഷിക്കൽ കുറ്റാണ്. അതുകൊണ്ട് മനുഷ്യർക്ക് സമ്പന്നത വരുമ്പോൾ മനുഷ്യരിൽ അറിയാതെ അതിക്രമങ്ങളും അല്ലെങ്കിൽ പടച്ചവനോടുള്ള നന്ദികേടുകളും വർദ്ധിക്കും. അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിച്ച് കളയുന്ന രോഗത്തെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? പൊടുന്നനവേ രോഗങ്ങൾ വരികയാണ് ആളുകൾക്ക്, പൊടുന്നനവേ പല രോഗങ്ങൾ. ചെറിയ വേദനയേറ്റ് പോയതാണ്, ചെക്ക് ചെയ്ത് നോക്കി, MRI എടുത്തു നോക്കി, അവസാനം പറഞ്ഞു ബോണിന് ക്യാൻസർ, ഹാർട്ടിന് ക്യാൻസർ. വലിയ വലിയ രോഗങ്ങളുടെ പേരുകൾ കേൾക്കുക. പൊടുന്നനവേ പച്ച മരം ഉണങ്ങുന്നത് പോലെ യുവാക്കൾ ഇങ്ങനെ തളർന്നിട്ട് ക്ഷയിച്ച് വീടുകളിൽ കഴിയാണ്. 5, 8, 10 കീമ കൈബേക്കും മുടിയൊക്കെ പോയി ഒരു വാർദ്ധക്യത്തിലേക്ക് 25-കാരൻ, 30-കാരൻ, 40-കാരൻ. ഇത് മുന്നേ ചിത്രത്തിലുള്ളതല്ല, മുന്നേ പ്ലാനിലുള്ളതല്ല, മനുഷ്യന്റെ പ്രോഗ്രാമുകളിലുള്ളതല്ല. ഔ മറലൻ മുഫ്സിദ, അല്ലെങ്കിൽ അവനെ നശിപ്പിച്ച് കളയുന്ന രോഗത്തെയാണോ അവൻ കാത്തു നിൽക്കുന്നത്? ഔ ഹറമൻ മുഫ്നിദ, അല്ലെങ്കിൽ പിച്ചും പേഴയും പറയുന്ന വാർദ്ധക്യത്തെയാണോ അയാൾ കാത്തു നിൽക്കുന്നത്? ഔ മൗതൻ മുജ്ഹിസ, അല്ലെങ്കിൽ പൊടുന്നനവേ വരുന്ന മരണത്തെയാണോ അയാൾ കാത്തു നിൽക്കുന്നത്? മരിക്കുന്ന ആരും വിചാരിച്ചിട്ടില്ല. എന്ത് സംഭവിച്ചു? സൈലന്റ് അറ്റാക്ക്. നമ്മളെല്ലാവരും പഠിച്ചൊരു പേരാണ് സൈലന്റ് അറ്റാക്ക്. രാത്രി കടന്നിരുന്നു, രാവിലെ അറിയില്ല. അതാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്.
ഔ മൗതൻ മുജ്ഹിദ അവി ദജ്ജാല ഫശർറു ഗായിബിൻ യുൻതദർ അവി സഅത ഫസഅതു അദ്ഹാ വ അമർ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലെങ്കിൽ ദജ്ജാലിനാണോ നിങ്ങൾ കാത്തു നിൽക്കുന്നത്? അവി ദജ്ജാല ഫശർറു ഗായിബിൻ യുൻതദർ, പ്രതീക്ഷിക്കുന്നതിൽ ഏറ്റവും വൃത്തികെട്ടത് ദജ്ജാലാണ്. അവി സഅത, അല്ലെങ്കിൽ ഖിയാമത്ത് നാളിനാണോ നിങ്ങൾ കാത്തു നിൽക്കുന്നത്? ഫസഅതു അദ്ഹാ വ അമർ, അത് ഭയങ്കര കയ്പ് പിടിച്ചതും ഭയങ്കര പ്രയാസകരമായതുമാണ്. അതുകൊണ്ട് ദുനിയാവിനെയാണോ നിങ്ങൾ ഈ 7 കൂട്ടം കാര്യങ്ങളെയാണോ നിങ്ങൾ കാത്തു നിൽക്കുന്നത് എന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ വരാം ആർക്കും. അതിനു മുമ്പായി ധൃതി കാണിച്ചോളി. ഇപ്പം അമൽ ചെയ്യാൻ സൗകര്യമുണ്ട്. നമ്മൾ സ്വസ്ഥമായി തറയിൽ ഇരിക്കുകയാണ്. സുജൂദ് നെറ്റിത്തടം പായയിൽ വെക്കാൻ പറ്റും. നമുക്കറിയില്ല അടുത്ത നിമിഷങ്ങൾ കസേരകളിലോ അല്ലെങ്കിൽ കിടന്നിട്ടോ ആയിരിക്കാം ചിലപ്പോൾ നിസ്കരിക്കാൻ അവസരം ഉണ്ടാവുക. ആർക്കറിയാം? അതുകൊണ്ട് അമലുകളിലേക്ക് ധൃതി കാണിച്ചോളി എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മറ്റൊരു ഹദീസിലുണ്ട്, ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുസ്ലിം യുസ്ബിഹു الرجل مؤمنا ويمسي كافرا ويمسي مؤمنا ويصبح كافرا يبيع دينه بعرض من الدنيا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിന്റെ താൽപര്യമാണ് ബാദിറു ബിൽ അഅമാലി ഫിതനൻ, ഫിതനകൾ വരുന്നതിന് മുമ്പായി നിങ്ങൾ ധൃതി കാണിച്ചോളി അമലുകളിലേക്ക്. കഖിതഇൽ ലൈലിൽ മുസ്ലിം, ഇരുളടഞ്ഞ രാത്രിയുടെ കഷ്ണം പോലെ, കൂരിട്ടുള്ള രാത്രിയുടെ കഷ്ണം പോലെ ഈ ഫിത്തനകൾ വരും. ഫിത്തന വന്നാൽ കണ്ണ് കാണൂല, അങ്ങനത്തെ ഇരുളായിരിക്കും. ഇരുൾ മീൻസ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാത്രി പോലെ ഇരുളായിരിക്കും എന്നല്ല. കൊറോണ വന്നപ്പം തന്നെ നമ്മൾ കണ്ടു, ആരും കാണാൻ പറ്റൂല, ആരും തൊടാൻ പറ്റൂല, നാട്ടിൽ ഇറങ്ങാൻ പറ്റൂല, വീട്ടിൽ ഇറങ്ങാൻ പറ്റൂല, മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. ഭീകരമായ രംഗങ്ങൾ കഴിഞ്ഞു കടന്നവരാണ് നമ്മൾ. ഒരു ഫിത്തന വന്നപ്പം കണ്ടോനെ കണ്ടു, ഓൻ പോയ സ്ഥലത്ത് കൈ നന്നാക്കല്, എന്തെല്ലാം ഭീകരമായ രംഗങ്ങൾ, മുഖങ്ങൾ വന്നു. ഓനെ കണ്ടിരുന്നു എന്ന് പറയാൻ പേടി, ഞാൻ അവനെ തൊട്ടിരുന്നു എന്ന് പറയാൻ പേടി, അവൻ വന്നിരുന്ന സ്ഥലത്ത് ഞാൻ വന്നിരുന്നു എന്ന് പറയാൻ ഭയം. ഇരുളടഞ്ഞ രാത്രിയുടെ കഷ്ണങ്ങളെ പോലെ ഫിത്ന വരുന്നതിന് മുമ്പായി നിങ്ങൾ അമലുകളിലേക്ക് ധൃതി കാണിച്ചോളി എന്ന് നുബുവത്തിന്റെ നാവ് കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടും നിങ്ങളോടാ പറഞ്ഞത്, വേറെ ആരോടല്ല, ഉമ്മത്തിനോട് പറയാണ് ധൃതി കാണിച്ചോളി. ഇന്ന് ആരോഗ്യവും സൗഖ്യവും സന്തോഷവും ക്ഷേമവും ഉണ്ടെങ്കിൽ വേഗം ധൃതി കാണിച്ചോളി. എന്താ അടുത്ത നിമിഷത്തിൽ വരാൻ പോണത്? 2020 എന്ന് പറയുന്നത് ഇത്ര വലിയൊരു ഇരുളടഞ്ഞ ഒരു ഫിത്ന വരുമെന്ന് ആരും മുമ്പ് പ്രവചിച്ചിട്ടില്ല, ആരും മുമ്പ് പ്രതീക്ഷിച്ചിട്ടില്ല. ജനുവരി കഴിഞ്ഞു, സാധാരണ കള്ളുടിക്കുന്നവനൊക്കെ കള്ളുടിച്ചിട്ടുണ്ട്. ഡിസംബറിൽ ആർത്തുല്ലസിക്കുന്നവൻ ആർത്തുല്ലസിച്ചിട്ടുണ്ട്, തിമിർത്താടിയുന്നവൻ തിമിർത്താടിയിട്ടുണ്ട്. വരുന്നത് ഏറ്റവും ഉഗ്രമായ വർഷമാണ്, 2020 ആണ്. വരുന്നതിന് മുമ്പ് തന്നെ പല പ്രോഗ്രാമുകളും പദ്ധതികളും പടച്ചവന് തൃപ്തികരമല്ലാത്ത ഭൂമിയുടെ തൊലിപ്പുറത്തിന് അള്ളാഹുവിന്റെ തിന്മകളെ കൊണ്ട് പടച്ചവനോട് എതിര് ചെയ്യാൻ വേണ്ടി, ഭൂമിയെ മലീമസമാക്കാൻ വേണ്ടി 2020 പ്ലാൻ ചെയ്തവർ, ഉടമസ്ഥനായ റബ്ബ് പറഞ്ഞു ഞാൻ ശരിയാക്കി തരാം. അതിന്റെ കെടുതിയിൽ നിന്ന് വരെ സമുദായം ഉയർന്നിട്ടില്ല. ആർക്കും അറിയില്ലായിരുന്നു, ആർക്കും 2019 ഡിസംബറിന്റെ 31 12 മണിക്ക് മദ്യപിച്ച് തിമർത്താടിയവൻ അറിയില്ലായിരുന്നു വരാൻ പോകുന്ന മാർച്ചിൽ ഒരു വലിയ ദുരന്തം വരാനുണ്ട് ഈ നാട്ടിലെന്ന്. ഇന്നലെ മദ്യപിച്ച് തിമർത്താടിയവൻ അറിയില്ല 2021 എന്തൊക്കെയാണ് വരാൻ പോണത് എന്ന്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, പടച്ചവനിൽ വിശ്വസിക്കുന്നവരെ, ഖദറിന്റെയും ഖളാഇന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവനും അതിലെ സംഭവ വികാസങ്ങളും അതിലെ സംവിധാനങ്ങളും നിയന്ത്രിക്കുകയും അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിപ്പിക്കുന്നവനും അല്ലാഹുവാണെന്ന് വിശ്വസിക്കുന്നവരെ ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുസ്ലിം യുസ്ബിഹു റജുലു മുഅ്മിനൻ വയംസി കാഫിറ. യുസ്ബിഹു റജുലു മുഅ്മിനൻ, രാവിലെ ഒരാൾ മുഅ്മിനാണ്, വയംസി കാഫിറ, വൈകുന്നേരമാകുമ്പോഴത്തേനും കാഫിറായിട്ടുണ്ടാവും, വൈകുന്നേരമാകുമ്പോഴത്തേനും കാഫിറായിട്ടുണ്ടാവും. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ഒരാഴ്ച ജുമാക്ക് വന്നവൻ പിറ്റത്തെ ആഴ്ച ജുമാക്ക് പോകണ്ടാൻ, പള്ളികൾ അടക്കപ്പെട്ടു.
5 വക്ത് നിസ്കാരം ജീവിതം മുഴുവനും ജിമാമും ജമാഅത്തുമായി മസ്ജിദിൽ നിസ്കരിച്ച മസ്ജിദുകൾ പൂട്ടപ്പെട്ടു. കുട്ടികൾ വിശുദ്ധ ഖുർആൻ പഠിച്ചിരുന്ന സ്ഥാപനങ്ങൾ, മദ്രസകൾ കൊട്ടിയടക്കപ്പെട്ടു. ഇബാദത്തിന്റെ മുഴുവൻ രംഗങ്ങളും കഴിഞ്ഞ റമദാൻ മസ്ജിദുകളെ ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്ന ഒരുപാട് മസ്ജിദുകൾ വീറാനായി. അങ്ങോട്ടാരും വരരുതേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആൾക്കാർ, ഇങ്ങോട്ട് വരരുതേ എന്ന് എഴുതി വെച്ചു ആൾക്കാർ. ആർക്കും അറിയില്ലായിരുന്നു ഇത്ര വലിയൊരു ദുരന്തം വരാനുണ്ടെന്ന്. വൈകുന്നേരത്തിനും ആൾക്കാർ കാഫിറായി പോകുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. വൈകുന്നേരം മുഅ്മിനായിരിക്കും, വയസ്ബിഹു കാഫിറ, രാവുലാവുമ്പോഴേക്കും കാഫിറായിട്ടുണ്ടാവും. എന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യബിഉ ദീനഹു ബിഅറദിൻ മിനദ്ദുനിയ, യബിഉ ദീനഹു ബിഅറദിൻ മിനദ്ദുനിയ, ദുനിയാവിന്റെ ചില്ലി കാശിന് ഈ ദീനിനെ അവൻ വിൽക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നും ആൾക്കാർക്ക് പള്ളിയിൽ ബൈക്കുമേൽ 3 ആൾ അടുപ്പിച്ചു വരിക, സൂപ്പർ മാർക്കറ്റുകൾ, പന്ത് കളികൾ, ഗാനമേളകൾ, ഇലക്ഷനുകൾ, അതിന്റെ കൊട്ടിക്കലാശങ്ങൾ, അതിന്റെ വിജയാഘോഷങ്ങൾ, അതൊക്കെ തിമർത്ത് കഴിയുമ്പോഴും മസ്ജിദിൽ ആളുകൾക്കൊരു ഭീകരാന്തരീക്ഷം. ഈമാന്റെ കുറവാണിത്. ദീനോ വിറ്റിട്ടുണ്ട് ചില്ലിക്കാച്ചിന് വേണ്ടിയിട്ട്. കാരണം ഓൻക്ക് അവന്റെ ദുനിയാവാണ്. ദുനിയാവിനൊരു നഷ്ടം ഉണ്ടാവരുത്, ദുനിയാവിനൊരു കോട്ടുണ്ടാവരുത്, ദുനിയാവിനൊരു കോട്ടുണ്ടാവരുത്, ദുനിയാവിനൊരു കോട്ടുണ്ടാവരുത്. ഭയം, മസ്ജിദിലെത്തിയ പേടിയാണ്. ഇതെന്തോ സപ്ലൈ ചെയ്യുന്ന സ്ഥലം മിമ്പറുകളാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് ആൾക്കാർ. പള്ളി കമ്മിറ്റിക്കാർക്ക് പേടി. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ ഓൻ്റെ കച്ചവട സ്ഥാപനം ഉഷാറായിട്ട് പോകുന്നുണ്ട്, അതിനെന്തെങ്കിലും സംഭവിച്ചാൽ എന്ന് വിചാരിച്ചോ കൂട്ടില്ല. ദുനിയാവിന്റെ ചില്ലിക്കാറ്റിന് വേണ്ടി കാറ്റിൽ പറത്താൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുബാറക്കായ തിരുവചനങ്ങളിൽ യഖീനില്ലാതായി. ഉമ്മത്ത് സഫുകൾ അകന്നാൽ ഹൃദയങ്ങൾ ഭിന്നിക്കുന്ന നുബുവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞതാണ്. നമുക്ക് പേടി. ദുനിയാവിന്റെ എന്തെങ്കിലും കിട്ടാനാണ് ആ വിറ്റേക്കും ദീനിന്. ദീൻ പ്രശ്നമില്ല. നബിതങ്ങൾ സാഹസങ്ങളെ തിരുവചനങ്ങളും ഹബീബിന്റെ തിരുവചനങ്ങളും അള്ളാഹുവിന്റെ പരിശുദ്ധ വചനങ്ങളും ഖുർആനും നമുക്ക് പ്രശ്നമല്ല. ആർക്കോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ വേണ്ടി മെനക്കെട്ട് പായുന്നവർ, ആരോടൊക്കെ ഉള്ള ഭക്തി, ആരോടോ ഭക്തി, അള്ളാഹുവിനോടോ റസൂലിനോടോ ഒരു കൂറില്ലാത്തവർ, ഇതന്നെയാണ് ദീനിനെ വെക്കുക, ഭൗതിക സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുക. ദുനിയാവിന്റെ ചില്ലി കാശിന് വേണ്ടി, ഒരു താൽക്കാലികമായ എന്തെങ്കിലുമൊക്കെ ഒരു കസേരക്ക് വേണ്ടിയിട്ട്, ഒരു സ്ഥാനത്തിന് വേണ്ടി, ഒരു പദവിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും ഒരു ചെറിയ അപ്പക്കഷ്ണത്തിന് വേണ്ടിയിട്ട് ദീൻ വെക്കുക. ഇങ്ങനത്തെ ഒരു കാലം വരുമെന്ന് നുബുവത്തിന്റെ നാവ് കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, അമലുകളിലേക്ക് ധൃതി കാണിക്കും. ആർക്കറിയാം ഇനി വരാൻ പോണ വിപത്ത് എന്താണെന്ന്? ഇത് തീർന്നു എന്നുള്ള സമാധാനത്തിൽ വീണ്ടും തിന്മകളിലേക്ക് ആളുകൾ കുതിച്ചു വരാൻ തുടങ്ങി. വീണ്ടും തിന്മകളിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുകയും തൗബ ചെയ്യുകയും ജീവിതത്തിനെ നന്നാക്കാനുള്ള ശ്രമത്തിന് പകരം നിരീശ്വരവാദവും വേണ്ടാവൃത്തികളുമായി മനുഷ്യർ ജീവിക്കാൻ. അള്ളാഹുവിന്റെ ഭാഗത്തുള്ള നിലപാടുകൾ വരും. ഒരു ഭാഗത്തുനിന്ന് വന്നാൽ ആർക്കൊന്നും ചെയ്യാനൊന്നും കഴിയില്ല. ആർക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും. ആരോഗ്യ സംഘടനക്ക് ചെയ്യാൻ കഴിയില്ല, ലോകാരോഗ്യ സംഘടനക്ക് ചെയ്യാൻ കഴിയില്ല, ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയില്ല. ആർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥ ഒരു നീണ്ട ഒരു വർഷം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഭയങ്കര സെറ്റപ്പാണ്, ഭയങ്കര അതാണ്, ഭയങ്കര ഇതാണ്. ഓൽക്കാ ഭയങ്കര പേടി, ഭയങ്കര പേടി, ഭയങ്കര ഭയം. ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സാധനത്തിനെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? ആരും കണ്ടവരുമില്ല. ഇതെന്തെങ്കിലും ആണോ? ആർക്കൊന്നും അല്ലാണ്. ഭയം. അധികാരികൾ പേടിച്ചു, ഭരണകൂടങ്ങൾ ഞെട്ടിവറച്ചു. ഒരു ഇന്ത്യന്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, ലോകാടിസ്ഥാനത്തിൽ ഇനി ഇതിനെ കുറച്ച് കടുപ്പം കൂട്ടി വരല്. وَأَرْسَلْنَا عَلَيْهِمُ الطُّوفَانَ وَالْجَرَادَ وَالْقُمَّلَ وَالضَّفَادِعَ وَالدَّمَ
വല്ലഫാദിയ വദ്ദമ ആയാതിൻ മുഫസ്സലാത്ത്. ഖുർആൻ. ഫിറഔൻ അന റബ്ബുകുമുൽ അഅല, ഞാൻ മേലായ തമ്പുരാനാണ്, ഇന്നേക്കാൾ വലിയ റബ്ബ് ഇല്ല എന്ന് പറഞ്ഞു. ഞാനാണ് ഏറ്റവും മുകളിലുള്ളത്, എനിക്ക് മുകളിലായിട്ട് ഞാൻ ആരുമില്ല എന്ന് പറഞ്ഞു. ഇത്ര ധിക്കാരത്തിന്റെ കൊടുമുടിയിലെത്തി. മൂസ അലൈഹിസ്സലാം ആകുന്ന കുഞ്ഞ് ജനിക്കാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞപ്പോഴേക്കും അതിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഫിറഔൻ ചെയ്തത് എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഏതാ കുട്ടി എന്നറിയില്ല. ബനി ഇസ്രായേലിൽ ഒരു കുട്ടി ജനിക്കാനുണ്ട്, ആ കുട്ടി വഴിയായി നിന്റെ അധികാരം നഷ്ടപ്പെടുമെന്ന് കൊട്ടാരത്തിലെ ജ്യോത്സ്യൻ, കൊട്ടാരത്തിൽ കണ്ടൊരു സ്വപ്നത്തിന്റെ വ്യാഖ്യാതാവ് വ്യാഖ്യാനം പറഞ്ഞതായിരുന്നു. ബനി ഇസ്രായേലിൽ ഒരു കുട്ടി ജനിക്കാനുണ്ട്, ആൺകുട്ടി, ആ കുട്ടി നിങ്ങളുടെ അധികാരം നഷ്ടപ്പെടുത്തുന്നു. അപ്പം ഫിറഔൻ എടുത്ത നിലപാട് എന്താണ്? ബനി ഇസ്രായേലിൽ ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊന്നുകളയുക. ഫുള്ള് യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും. യുദബ്ബിഹൂന അബ്നാഅകും, നിങ്ങളുടെ ആൺമക്കളെ അയാൾ അറുത്തു കളഞ്ഞു. ഫിറഔന്റെ ആൾക്കാർ ഒരൊറ്റ കുട്ടിനെ വിടാതെ, ഒറ്റ കുട്ടിനെ വിടാതെ ഫുള്ള് അറുത്തു കളയാ. എത്രയൊക്കെ അധികാരത്തിന്റെ കുങ്കെത്രയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. എവിടെങ്കിലൊക്കെ കുട്ടികളുടെ മേൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്തവനും ബാക്കിയുള്ളവരൊക്കെ അധികാരത്തിന്റെ ഹുങ്കിൽ ചെയ്ത അക്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതിനേക്കാളും വലിയ അക്രമി ഫിറഔൻ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറിയ പൈതങ്ങളെ, ഒരു കുറ്റം ചെയ്യാത്തവർ, അവരെ അറുകൊല ചെയ്തു. ഒറ്റ കുട്ടിനും വിട്ടില്ല. അലിമിയാൻ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട് ഫിറഔന്റെ പട്ടാളക്കാരെ കുറിച്ച്. ഷാമ്മത്തുൻ നംലി വഅയൂനുൽ ഖുറാബ്. ഫിറഔന്റെ പട്ടാളക്കാര് ഷാമ്മത്തുൻ നംലായിരുന്നു, ഉറുമ്പിന്റെ മണത്തറിയൽ. അലിമിയാൻ എഴുതിയ ഭയങ്കര ഒരു വാക്കാണ് ഉറുമ്പിന്റെ മണത്തറിയൽ. ഉറുമ്പിന്റെ മണത്തറിയൽ നമുക്ക് എല്ലാവർക്കും അറിയാം. 3-ാം നിലയിൽ ലഡു തിന്നിട്ട് അതിന്റെ പൊടിയാളിട്ട് പോയാൽ ആര് വരും? ഓ, ലിഫ്റ്റ് ഇല്ലാതെ ഇത്ര ലോങ്ങൊന്നും കയറാനാവില്ല എന്നൊന്നും പറഞ്ഞിട്ട് മൂപ്പര് വരാക്കൂല. മൂപ്പര് അവിടെ എത്തിയിട്ടുണ്ടാവും. എവിടുന്നത് വരുന്നെന്ന് ആർക്കും അറിയില്ല. ഇങ്ങനെ 3-ാം നിലയിൽ ഒരു ലഡുവിന്റെ പൊടി ഉണ്ടെന്ന് ആര് പറഞ്ഞു? ഷാമ്മത്തുന്നംല്. ബാഗിന്റെ ഉള്ളില് മുട്ടായി പൊതിച്ച് വെച്ചാലും ആര് വരും? ഷാമ്മത്തുന്നംല്, ഉറുമ്പിന്റെ മണത്തറിയൽ. വഅയൂനുൽ ഖുറാബ്, കാക്കന്റെ കണ്ണ്. ഇതായിരുന്നു ഫിറഔന്റെ പട്ടാളക്കാർ. ഒരു വീടും വിട്ടിട്ടില്ല, ഒരു കുട്ടിനും വിട്ടിട്ടില്ല. അങ്ങനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് എന്താണ്ടായത്? എന്താ പോയിച്ചു? അള്ളാന്റെ തീരുമാനം നടപ്പിലാക്കി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു, ഫിറഔന്റെ കൊട്ടാരത്തിൽ വളർത്തി. ആര്? അള്ളാഹു. ചെലവ് ആര് കൊടുക്കുക? ചെലവും ഫിറഔൻ തന്നെ കൊടുക്കുക. എന്തൊരു വിരോധാഭാസങ്ങൾ ആലോചിച്ചു. ഈ കുട്ടികളെ കൊല്ലണ ചങ്ങായിന്റെ പേരയിൽ തന്നെ പാമ്പുടുത്തക്കാരന്റെ പേരയിലെ കോയിനെ ആര് പിടിക്കുക? ആരടിക്കുക? പാമ്പ് പിടിക്കുക. ഫുള്ള് പോറ്റി വളർന്നു. മൂസ അലൈഹി സ്വലാം വലുതായി, നുബുവത്ത് കിട്ടി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും റിസാലത്തിനെയും എതിർത്തു, പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ബനി ഇസ്രായേലുകളെ ബുദ്ധിമുട്ടാക്കി. അള്ളാഹു തആല നടപടിക്ക് തീരുമാനാക്കി. തീരുമാനാക്കിയപ്പോൾ എന്താ വന്നത്? അള്ളാഹു തആല പറയാൻ, ഫാർസൽനാ അലൈഹിമു തൂഫാൻ, അവർക്ക് വെള്ളപ്പൊക്കം കൊടുത്തു. വെള്ളപ്പൊക്കം കണ്ട ആൾക്കാരാണ് ആര്? നമ്മൾ കണ്ടു. ഇവിടെ നിന്ന് വെള്ളം കയറില്ലായിരുന്നു. ഈ പോർച്ചിൽ വെള്ളം കയറുകയാണെങ്കിൽ അവിടെ കയറട്ടെ, കാറാട് പോട്ടെ എന്ന് തന്നെ ഒരു വാക്കാം. മലപ്പുറം ജില്ലയിൽ മരക്കള ഓല വണ്ടിയൊക്കെ അവിടെ കൊണ്ടാക്കി. ഇപ്പം ഞങ്ങൾ അവിടെ കൊണ്ടാക്കാം. നാടെ ഇവിടെ ഞാൻ താമസിക്കൽ തുടങ്ങിയിട്ട് 10-15 കൊല്ലായി. ഇവിടെയൊക്കെ വെള്ളം വരികയാണ്. പിന്നെ കാറ് പോകണോട് പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. പ്രായത്തായിട്ട് അവിടെ മുങ്ങി. വേറെ ഒന്നും സംഭവിച്ചില്ല. കാരണം ഇവിടെ വരുന്ന ആരും അറിഞ്ഞില്ല. കഴിഞ്ഞതിന് മുമ്പത്തെ ഒരാഴ്ച ഇതുവരെ വന്നിട്ടുള്ളതുകൊണ്ട് ആധാർ കെട്ടൊക്കെ എടുത്ത് സെൻസൈഡുമ്പോൾ വെച്ചു. മാക്സിമം വന്ന് അത്ര പേരുള്ളൂ പോയി. അപ്പൊ അതിന്റെ പിറ്റത്തെ പ്രാവശ്യം വന്നത് തുടക്കം തന്നെ സെൻസൈഡ് വന്ന വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ പറഞ്ഞു. ഇപ്പം മായ തിമർത്ത് പെയ്യാണ്, ബേജാർ തുടങ്ങി. ഒരു കാലത്ത് നമുക്ക് ബേജാറില്ലായിരുന്നു. തൂഫാൻ. പിന്നെ അടുത്ത വൽ ജറാദ്, വെട്ടുകിളി വന്നു. വന്നില്ലേ? എവിടെ വന്നു?
ഉത്തരേന്ത്യ രാജസ്ഥാനിലും മറ്റൊക്കെ അവിടെയല്ല കൃഷി ഉള്ളത്. കർഷക സമരം ഇവിടെ അറിയുന്നും കൂടിയില്ല. ഇവിടെ ബിൽഡിംഗ് സമരം വരണം. ഇവിടെ ബിൽഡിംഗ് പൊളിക്കൽ തുടങ്ങുമ്പോഴാണ് ഇവിടെ സമരം ഉണ്ടാകുക. കൃഷി രാജസ്ഥാന് ആ ഏരിയയിൽ, UP ഉത്തർപ്രദേശത്തിന്റെ ഭാഗങ്ങളിൽ അവിടെ വെട്ടുകിളി വന്നു. വാർസൽനാ അലൈഹിം തൂഫാന വൽ ജറാദ വൽ ഖുമ്മൽ, പേൻ, വൽ ഖുമ്മൽ, പേൻ, പേന് കടിച്ചിട്ട് എത്ര ആൾ മരിച്ചിന് പോയി. പേനൊക്കെയാണ് അള്ളാഹു ശിക്ഷയായിട്ട് ഇറക്കുന്നത്. അള്ളാഹു പറയണം. എല്ലാവരും തലയിൽ കൊണ്ടിറക്കുന്ന സാധനമാണ് എന്ത്, മനസ്സിലായോ? അവനൊക്കെ കൊഞ്ചിച്ചെന്താക്കിന് തലയെ കയറ്റിനെന്ന് അവരില്ലേ. കൊഞ്ചിക്കുമ്പോഴാണ് ഏടെ കയറ്റല്. നമ്മൾ തലയെ കൊണ്ടെടുക്കുന്ന സാധനമാണ് പേന്. അള്ളാഹു താല പറയാണ് വൽ ഖുമ്മൽ, പേന്, പേന കൊണ്ടിട്ട് കുടുങ്ങി. പേന ആരും ഉപദ്രവിക്കാൻ, പക്ഷെ മേത്തൂടൊക്കെ ഇങ്ങനെ അരിച്ച് നടന്നാല് കുടുങ്ങി. മൂസ അലൈഹി ഇസ്ലാമിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. മൂസ അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. പേൻ പോയി, വെള്ളപ്പൊക്കം പോയി, വട്ടുകിളി പോയി. പിന്നെ കുർത്തകേട് കളിച്ചാൻ വന്നപ്പോ പേൻ വന്നു. പേൻ പോയി, ദുആ ചെയ്തു, പേനും പോയി. വൽ ഖുമ്മല, അടുത്ത വന്ന് വൽ ലഫാദിയ, തവളകളാ വന്നത്. തവള പറഞ്ഞ അത്ര പാവള വേറെ ജീവില്ല. കുട്ടികരെ പേടില്ല. ആരെ? തവളനെ. തവളന് വന്നത് കെറ്റിലും കറിയിലും എല്ലായിടത്തും തവളി, വെള്ളം ചുമരുന്നത് അങ്ങോട്ട് ഇങ്ങോട്ട് മൂത്തുകൊക്കെ ഇങ്ങനെ ചാടി വീണാൽ കഴിഞ്ഞ കഥ. ശിക്ഷയായിട്ട് ഈ സാധനം വന്ന് ഒന്നും കാട്ടാൻ പറ്റില്ല. വൈ ഒരു കോട്ടരമൊന്നും പ്രശ്നമില്ല. ഒരു പാട് കോട്ടരമകൾ എന്നാല് പെരയിവാക്കി പോകും ആൾക്കാർ. ഇപ്പൊ അടുത്ത ദിവസം ഇവിടെ ഒരു പെരയിവാക്കി എന്നത്തെ ഒരു കഥ കിട്ടിരുന്നു. ആ വയനാട്ടില് പാമ്പ് വന്നുകൊണ്ടിരിക്കുക. പാമ്പ് അവസാനം പെരയിവാക്കി പോകുന്നു. എടക്കര ഭാഗത്തോടെ റബ്ബർ തോട്ടത്തിനടുത്തുള്ള ആ ഒരു കറുത്ത ജീവി ഉണ്ടല്ലോ, ഒരു റബ്ബർ തോട്ടത്തിൽ നിന്ന് വരുന്നേ, അതൊന്ന് മരുന്നടിച്ചിട്ട് ഒന്നും ചെയ്തിട്ട് ഒരു രക്ഷയില്ല. അവസാനം ഒരു പെരയിവാക്കി കൊടുത്തു. അപ്പൊ ഇതൊന്നും ആരോ ആളെ മുണുങ്ങുന്ന സാധനമൊന്നുമല്ല. പക്ഷെ ശിക്ഷയായിട്ട് വന്ന ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. തവളകൾ വന്നു, വദ്ദമ, രക്തം വന്നു, ഫുള്ള് രക്തം. ഇതൊക്കെ കിപ്തികൾക്ക് മാത്രമേ ഉള്ളൂ, ബനി ഇസ്രായേലിയർക്കില്ല. ആർക്കില്ല? ബനി ഇസ്രായേലിയർക്കില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനും ന്യൂനപക്ഷമാകുന്ന മുസ്ലിമീങ്ങൾക്കും ഈ സാധനമൊന്നുമില്ല. ഉള്ളതൊക്കെ ഒരുക്ക്. കാരണം ഇവിടെ 100% ഈമാൻ റെഡിയിലുള്ളത്. നമ്മൾ ആലോചിക്കേണ്ടത് വിപത്ത് വരുമ്പോൾ നമ്മളും കൂടെ കൂടുണ്ടെങ്കിൽ നമ്മളും ഓലൊക്കെ അല്ലാഹ് കാക്കട്ടെ ബറാബറിൽ ഓടിച്ചാണ്. വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ വന്നു. നമ്മൾ എണ്ണില്ല. നമുക്ക് കുറെ കൊല്ലായി വരൽ തുടങ്ങിയിട്ട്. റീത്ത, കത്രീന, പിന്നെന്തൊക്കെ സുലൈക്ക, എന്തൊക്കെയോ സാധനങ്ങൾ. നിപ്പ വന്നു. പിന്നെ അതിന് മുമ്പ് എന്തെന്ന് ഡെങ്കി, ചിക്കുൻഗുനിയ, പിന്നെ വേറെന്തൊക്കെ സാധനം ഒന്നായി ശരിയല്ല, എന്തൊക്കെയോ സാധനങ്ങൾ. പേര് നല്ല അടിച്ചുപൊളി പേരാക്കുന്നത്. ഇപ്പൊ കൊറോണ വന്നു, COVID-19 ആയി. ഇനി അടുത്തതാ ബ്രിട്ടനിൽ എന്തോ സാധനം വരുന്നുണ്ട് പറഞ്ഞു. വെറുതെ ആരെ പറഞ്ഞാൽ മതി, എന്നാലും ബേജാറാ. പേടിയോട് പേടി, പേടിച്ചിക്കാണ്. ഈമാന്റെ അഹ്ലുകാർക്ക് മാത്രം ചെറിയ സമാധാനം ഉണ്ട്. ഈമാന്റെ അഹ്ലുകാർക്ക് മാത്രം ചെറിയ സമാധാനം ഉണ്ട്. ഓൽക്കൊരു ബേജാറില്ല, ഒരു ബേജാറില്ല. ഈമാന്റെ പൊരിയുള്ള അളവ് തിരിയാനുള്ള മാർഗമായിരുന്നു കൊറോണ. കാരണം ജീവിതം തന്റെ കയ്യിലാണ്, മരണവും തന്റെ കയ്യിലാണ്. തീരുമാനിക്കുന്ന സമയത്ത് സംഭവിക്കും. മാഷാ അല്ലാഹ്. അതിലൊന്നും ബേജാറും പതറലൊന്നുമില്ല. അതുകൊണ്ട് സാറന്മാരെ ഒന്നിന് പിന്നാലെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും ദൃഷ്ടാന്താണിത്. തിരിയാനുള്ളവർക്ക് തിരിയാം, ഇതേ അവസ്ഥയിൽ തുടരാനുള്ളവർക്ക് തുടരാം. ആര് പറയാണ്? ഇത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് നിങ്ങളിലേക്കും വരും. അള്ളാഹു ശിക്ഷക്കാരനകത്തോ ഭയങ്കര ആനറാഞ്ചി പക്ഷി ഒന്നും ഇറങ്ങലല്ല. നമ്മളങ്ങനെ വിചാരിക്കല് വലിയ വലിയ ആനറാഞ്ചി പക്ഷി ഒരാളെ വന്നിട്ട് ചിറകൊണ്ടൊരു ചള്ളക്കൊന്ന് കൊടുക്കല്, ആൾ കെട്ടിമാരി വികല്, അങ്ങനത്തെ പരിപാടി ഒന്നല്ല. ചെറിയ ചെറിയ കൊറോണ സാധനം എന്താന്ന് ഇപ്പോഴും ഒരു ഐഡിയും കിട്ടിയില്ല. വെറുതെ പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്.
അതിന് കുറെ ആൾ പൈസ ഉണ്ടാക്കിയെന്നേ ഇപ്പോൾ പറയാൻ പറ്റും. ഏതാ ഒറിജിനൽ, എന്താ അതിൻ്റെ പിന്നെ അവസ്ഥകൾ, അതിൻ്റെ എന്തൊക്കെയാണ് നിശാനികൾ, അടയാളങ്ങൾ, ഒരു ഐഡിയ ഇല്ല. ഒരു ഐഡിയ ഇല്ലാത്ത സാധനം കൊണ്ട് പേടിക്കുക, ഭരണകൂടം പേടിക്കുക, അധികാരികൾ പേടിക്കുക. അള്ളാന്റെ തർത്തീബ് എന്നെങ്ങനെയാണ്? അള്ളാന്റെ തർത്തീബ് എന്നെങ്ങനെയാണ്? ഭയങ്കര ഭയങ്കര സംഭവങ്ങൾ ഇറക്കിയിട്ടല്ല പണി. ചെറിയത് കൊണ്ട് പണിയെടുക്കുന്ന പരിപാടിയാണ്. ആർക്ക്? ഫിറോൻ ഞാൻ മേലായ തമ്പുരാനാണ് പറഞ്ഞു. അച്ഛൻ മേലായ തമ്പുരാനാണെങ്കിൽ കണ്ടമൃഗത്തിനറക്കും ഞാൻ. അങ്ങനെ പേനറക്കും. ഞാൻ തവളനൊക്കെയാണ് വിടുകയെന്ന്. നമ്മൾ ധാരണ പറയല്ലേ ഇക്കാക്ക് പുല്ലാണെന്ന് അറിയില്ലേ. അജി പുല്ലാന്ന് പറഞ്ഞോ, പക്ഷെ ഞാൻ തരാന്ന് പറഞ്ഞു. നമ്മൾ പുല്ലാന്ന് പറഞ്ഞൊക്കെ പിന്നെ പുല്ലാവും. സംരക്ഷിക്കുന്ന സിസ്റ്റം അല്ലാക്ക് അങ്ങനെ തന്നെയാണ്. ഇസ്സഡ് കാറ്റഗറി അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ഇസ്സഡ് ഉണ്ടെങ്കിൽ ആ കാറ്റഗറിയുള്ള ആളായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. ഇതിനേക്കാൾ വലിയ ഉയർന്ന വ്യക്തിത്വങ്ങൾ ഇനി ലോകത്ത് വരാനില്ല, വന്നിട്ടില്ല. നബി തങ്ങളെ പോലുള്ള ഒരാൾ വന്നിട്ടില്ല, ഇനി വരാനുമില്ല. അത് ആകെ ഒറ്റ ആളേ ഉള്ളൂ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കാ മുശ്രിക്കീങ്ങൾ ഒന്നടങ്കം 100 ഒട്ടകത്തിന് പകരം കൊന്നുകളയാൻ വേണ്ടി തെരഞ്ഞു നടക്കുമ്പം ഗുഹ എന്നൊക്കെ പറഞ്ഞാൽ ഏതോ JCB കൊണ്ട് മണ്ണൊക്കെ എടുത്ത് എങ്ങനെ താമസിക്കാൻ പറ്റിയ ഗുഹ നല്ലവായി ഒന്ന് മര്യാദയ്ക്ക് നോക്കിയാൽ കാണാൻ പറ്റും. 6 ഫ്ലോറിൽ കയറി ആളുകൾക്കറിയാം. ചെറിയൊരു പാറന്റെ ഒരു ഇങ്ങനെ ഉണ്ട്. ഇതാണ് ഈ ഗുഹ എന്ന് പറയുന്നത് തോന്നുന്നു നമുക്ക്. അതിന്റെ മുകളിൽ വരെ ആൾക്കാരെത്തിയിട്ടുണ്ട്. അബൂബക്കർ അല്ലാതെ അടിയെന്ന് പോലെ കാല് കാണുന്നുണ്ട്. അത്ര അടുത്തെത്തിയിട്ടും ഇതിലെങ്ങാനും ഉണ്ടാവുമെന്ന് ഒരാൾ ചോദിച്ചപ്പം അതിനൊരാൾ മറുപടി പറഞ്ഞത് മുഹമ്മദിന്റെ ജനനത്തിനേക്കാൾ പഴക്കമുള്ള ചെലന്തി വലയാണ് മുന്നിലുള്ളത് എന്ന്. ഇത്ര വലിയൊരു നബിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല ഉപയോഗിച്ചത് ചെലന്തി വലയാണ്. ഒരു കല്ല് കൂടി എടുത്തില്ല. ചെലന്തി വല അതിൻ്റെ ഉള്ളിൽ കൂടി നോക്കിയാൽ കാണാം. അള്ളാന്റെ കുതിരത്തും താക്കത്തും മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞുതരാണ്. ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ ചെലന്തി വല മതി. ഞാൻ നിങ്ങളെ കൂടെ ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. തവള വന്നാലും നിങ്ങൾ കുടുങ്ങും, പേൻ വന്നാലും നിങ്ങൾ കുടുങ്ങും. അല്ലാഹു തആല ഖുർആൻ വ്യക്തമായിട്ട് പറയാൻ, മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂത്ത് ഇത്തഖദത് ബൈതാ വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത് ലൗ കാനൂ യഅലമൂൻ. മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ, അല്ലാഹുവിനെ കൂടാതെ കൈകാര്യകർത്താക്കളെ സ്വീകരിക്കുന്നവരുടെ ഉപമ, അല്ലാത്തവരിൽ വിശ്വസിച്ച് അവരെന്റെ കൂടെ ഉണ്ടായാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്നവർ. അത് അധികാരമാവാം, പണമാവാം, ബാക്കി സ്വാധീനങ്ങളാവാം, വ്യക്തികളാവാം, ശക്തികളാവാം, എന്തും ആവാം. അല്ലാഹ് അല്ലാത്തതിനെ എന്റെ സഹായിയായിട്ടുണ്ടാവുമെന്ന് ആര് വിചാരിച്ചാലും അവന്റെ ഉപമ മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ സ്വീകരിക്കുന്നവരുടെ ഉപമ ഔലിയാ, കൈകാര്യകർത്താക്കളെ, ഉറ്റമിത്രങ്ങളെ, അല്ലാഹു അല്ലാത്തവരെ ഉറ്റമിത്രങ്ങളാക്കിയവർ, എന്റെ സഹായികളാണെന്ന് വിചാരിച്ചവരുടെ ഉപമ കമസലിൽ അങ്കബൂത്ത്, ചിലന്തി വലയെ പോലെയാണ്. കമസലിൽ അങ്കബൂത്ത്, ചിലന്തിയെ പോലെയാണ്. ഇത്തഖദത് ബൈതാ, ചിലന്തി വീടുണ്ടാക്കി. വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അങ്കബൂത്ത്, നിശ്ചയം ഏറ്റവും ബലക്ഷയമായ വീട് ചെലന്തിയുടെ വീടാണ്. ലൗ കാനൂ യഅലമൂൻ, അവരറിയുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയാണെങ്കിൽ. ചെലന്തിന്റെ വീട് ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആളാണ് ആര്? ചെലന്തി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫില്ലർ ഉണ്ടാക്കി ബീമൊക്കെ കെട്ടി വല ഉണ്ടാക്കിയിട്ട് അതിന്റെ സെന്ററിൽ ഇങ്ങനെ ഇരിക്കും. ഇരുത്തം കണ്ടാൽ വിചാരിക്കും ആന വന്നാലും ഇപ്പൊ ചാടി കയറി പിടിച്ചാൽ. അങ്ങനെ ദമ്മിൽ രാജകീയമായി ഇരുത്തായിരിക്കല്. ഒരു ചെറിയ കുട്ടി ഒരു ചൂലേറ്റ് അടിച്ച് ചെന്നാല് തീരാനല്ല, ഒരു ഈർക്കിളുകൊണ്ട് പൊളിക്കാനുള്ളതേ ഉള്ളൂ. JCB ഒന്നും വേണ്ട. ഇത്ര ബലക്ഷയമായ വീടിനെ ചെലന്തി വിചാരിക്കുന്നത് പോലെ എനിക്ക് ഈ വസ്തുക്കൾ അധികാരം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, എന്തും നേടാം. അധികാരം ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന അധികാരികളെ കൂട്ടത്തിൽ ഉണ്ടായാലും മതി, നമ്മളെ പാർട്ടി അധികാരത്തിൽ ഉണ്ടായാലും മതി, എന്തും നേടാം.
അങ്ങനൊക്കെ വിചാരിച്ച് അതിന്റെ പിന്നിൽ ജീവിതം ചെലവാക്കി തീർത്തവർ, അവരുടെ ഉപമ ചെലന്തിയെ പോലെയാണ്. ഇന്ത്യൻ രാഷ്ട്രീയം പഠിച്ചാൽ മനസ്സിലാവും, ലോക രാഷ്ട്രീയം പഠിച്ചാൽ മനസ്സിലാവും അധികാരം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു. ചെലന്തി വരെ ഞാൻ പറയല്ലത് സൂറത്ത് അങ്കബൂത്ത്, ഒരു അധ്യായത്തിന്റെ പേരെന്നെ എന്താണ്? അങ്കബൂത്ത് എന്നാണ്, ചെലന്തി എന്നാണ്. ചെലന്തി ഭയങ്കര സംഭവമാണ്. നബിതങ്ങളുടെ സാഹസങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ചെലന്തി വലയാണ് ഉപയോഗിച്ചത്. അത് ബലഹീനമായ വീടാണ്. പക്ഷെ അള്ളാഹ് ഒരാളെ സഹായിക്കാൻ വിചാരിച്ചാൽ ആ വീട് മതി, ആ ചെലന്തിന്റെ വല മതി. അള്ളാഹ് ഒരാളെ സഹായിക്കണ്ട എന്ന് തീരുമാനിച്ചാൽ വലിയ അധികാരിയായ ഭയങ്കര സെറ്റപ്പുള്ള അധികാരി, കുറ്റികളുടെ ഉടമയായ ഫിറഔൻ എന്നൊക്കെ പറഞ്ഞു. അലൈസലി മുൽക്കു മിസ്ർ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. ഫിറഔന്റെ ചോദ്യമായിരുന്നത് അലൈസലി മുൽക്കു മിസ്ർ, മിസ്റിന്റെ അധികാരം എനിക്കുള്ളതല്ലയോ? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നദികളും ഈ തടാകങ്ങളും ഈ കടലുകളൊക്കെ ഒഴുകുന്നത് എന്റെ കൽപ്പന പ്രകാരം എന്റെ താഴ്ഭാഗത്തൂടെയല്ലേ ഒഴുകുന്നത്. ഇതൊക്കെ അധികാരം ഉണ്ടായി നാളെ കഥയാണ് ഈ പറഞ്ഞത്. കടലില് അതേ ചളിക്കുണ്ടിൽ മുക്കിയപ്പം ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല. അവസാനം പറഞ്ഞു ആമന്തു ബി റബ്ബി മൂസ വ ഹാറൂൻ. ഓനും പറയേണ്ടി വന്നു എന്ത്? ആമന്തു ബി റബ്ബി മൂസ വ ഹാറൂൻ. എപ്പം? മരണത്തിന്റെ വെപ്രാളത്തിൽ ആഖിറത്തിന്റെ ഇടപെടൽ ഇങ്ങനെ കണ്ടപ്പം, ആഖിറത്തിന്റെ ഇടപെടൽ കണ്ടപ്പം പറഞ്ഞു ആമന്തു ബി റബ്ബി മൂസ വ ഹാറൂൻ. ഞാൻ മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും റബ്ബിൽ ഞാൻ എങ്ങനെയുണ്ട്? പക്ഷെ ആ സമയത്തുള്ള ഈമാൻ അള്ളാന്റെ അടുക്കൽ ഒരു ആവശ്യമില്ല, അള്ളാന്റെ അടുക്കൽ ആവശ്യമില്ല. അതുകൊണ്ടാ പറഞ്ഞത് കാലേ കൂട്ടി ബാദിറൂബിൽ അമാൽ ഫിത്നൻ, ഫിത്നകൾ വരുന്നതിന് മുമ്പായിട്ട് ധൃതി കാണിച്ചോളീനെന്ന്. അതുകൊണ്ട് സാർമാരെ സ്നേഹിമാരെ ഇന്നത്തെ ദിവസം മറക്കണ്ട. 2021 ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. ഒരു മോമിന് തീരുമാനം എടുക്കണമെങ്കിൽ തീരുമാനം എടുക്കാം. ഞാൻ ഈ വർഷം പൂർത്തിയാക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ചിലതൊക്കെ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഒന്ന് തൗബയാണ്. 30 കൊല്ലോ 40 കൊല്ലോ 50 കൊല്ലോ 70 കൊല്ലോ 90 കൊല്ലോ 110 കൊല്ലോ ഭൂമിന്റെ തൊലിപ്പുറത്ത് ജീവിച്ചിട്ട് ഉടമസ്ഥനായ അള്ളാഹുവിനെ വെറുപ്പിച്ച് അവനോട് കുരുത്തക്കേടും അനുസരണക്കേടും കാണിച്ച് ജീവിച്ച അടിമയും അല്ലാ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ പുറത്തു തരാൻ കഴിവുള്ളവനും പുറത്തു തരുന്നവനുമാണ് ആര്? റബ്ബ്. നിങ്ങൾ മറക്കരുത്. ആ റബ്ബിലേക്ക് അടുത്തോളി. ഒരൊറ്റ കരച്ചിൽ, ഒരു ദുആ, അല്ലാ എനിക്ക് മാപ്പാക്കണം, ഞാൻ ജീവിച്ച് മുഴുവൻ തിന്മയായിപ്പോയി, മുഴുവൻ അനുസരണക്കേടിലായിപ്പോയി, എനിക്ക് മാപ്പാക്കണേ. എൻ്റെ എത്ര കൊല്ലം കഴിഞ്ഞു, എത്ര കൊല്ലായി ഞാൻ വന്നിട്ട്. 1960 വന്നതാണ്, 65 68 70 55 ഒക്കെ വന്നതാണ്. എത്ര കൊല്ലായി പുറത്തിരുന്നേ അല്ല, നീ അല്ലാതെ വേറെ ആശ്രയമില്ല. ഞാനോട് ഉള്ളുരുകി ചോദിക്കാണ് ഈ തൗബ സ്വീകരിക്കൂല എന്ന് ശൈത്താൻ നമ്മളോട് പറയാണ്. ഇതൊന്നും തൗബ ചെയ്തിട്ട് കാര്യമില്ല. എത്ര വെള്ളടിച്ചാണ്, എത്ര കള്ളുടിച്ചാണ്, എത്ര കഞ്ചാവ് വലിച്ചാണ്, എത്ര തിന്മ ഇതാണ്, ജി വ്യഭിചരിച്ചല്ലേ, ജി മറ്റേതാക്കിയതല്ലേ, ജി എങ്ങനെ ഞാൻ നന്നാ, അതൊക്കെ ശൈത്താന്റെ ചോദ്യങ്ങളാണ്. ഇല്ലവായി അല്ലാതെ ഇതൊന്നും ഒരു പ്രശ്നമല്ല. അടിമൊന്ന് കരയാൻ തയ്യാറായത്, ഒന്ന് അള്ളാഹുലേക്ക് ഖേദിക്കാൻ തയ്യാറായത്, കഴിഞ്ഞതൊക്കെ മാപ്പാക്കി താല്ല എന്നൊരടിമ ഒരു കണ്ണിനീർ അടിമ ഒരു കരച്ചിലിന്റെ ഒരു കണ്ണുനീരിന്റെ ഒരു തുള്ളി, ഒരു തുള്ളി കണ്ണുനീർ പടച്ചവന്റെ ഭയത്തിന്റെ പേരിൽ, അള്ളാഹുവിനോടുള്ള ആ ഒരു ഇഷ്ടത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ അക്രമം കാണിച്ച കുറ്റബോധത്തിലുള്ള ഒരിറ്റ് കണ്ണുനീർ നരകത്തിന്റെ സമുദ്രങ്ങളൊക്കെ എടുക്കാൻ പവറുള്ളതാണ് ആ തുള്ളി. ആ അള്ളാഹിനോടുള്ള കരച്ചിൽ. मक्की के सर के बराबर आंसू बहाएगा, जहन्नम की आग को बुझा सकती है. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ താൽപര്യമാണ്. മക്കി കെ റഅ്സു ദുബാബ്, ഹദീസിന്റെ വാക്കാണ്. റഅ്സു ദുബാബ് മക്കി കെ സർ കെ ബറാബർ, ഈച്ചന്റെ തലന്റെ വലിപ്പം. ഈച്ചന്റെ എത്ര വലിപ്പമുള്ളത്? ഈ മക്കി കെ സർ കെ ബറാബർ, ഈച്ചന്റെ തലന്റെ വലിപ്പം. റഅ്സു ദുബാബ്, ഈച്ചന്റെ തലന്റെ വലുപ്പത്തിൽ. നിങ്ങൾ ഈച്ചനെ സങ്കല്പിക്കിൻ, എന്നിട്ട് അതിന്റെ തല സങ്കല്പിക്കിൻ. അതിന്റെ അത്ര വലുപ്പമുള്ള കണ്ണുനീർ
കണ്ണീർത്തുള്ളി, അത്ര വലിപ്പമുള്ള കണ്ണീർത്തുള്ളി മതി അള്ളാഹ്ക്ക്. मक्की के सर के बराबर आंसू बहाएगा जहन्नम की आग को बुझा सकती है. ജഹന്നമിന്റെ തീയെ അത് കെടുക്കാൻ പറ്റും. അവിടെ സാർമാരെ തൗബക്കുള്ള അവസരമാണിത്. ഓരോ വർഷം ഇങ്ങനെ മാറി മാറി വരുന്നത് തൗബക്ക് വേണ്ടിയിട്ടാണ് സഹോദര, തൗബക്ക് വേണ്ടിയിട്ടാണ്. എപ്പോഴെങ്കിലും കരി അള്ളാന്റെ മുമ്പിൽ, യാ അല്ലാഹ് അങ്ങനെ ആയിപ്പോയി, എങ്കിലും ഞാൻ നന്നായിക്കോളാം. ആകെ തൗബക്ക് 3 നിബന്ധനകളേ. തൗബക്ക് 3 നിബന്ധന. റമദാന്റെ 27 രാവിലെ 7 വെച്ച് ചെല്ലലൊന്നുമല്ല, ആരോ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അതിന് ഉസ്താദും ആവണ്ട, ഉസ്താദിന്റെ ആവശ്യമില്ല, ഖത്തീബിന്റെ ആവശ്യമില്ല, ആരെയും ആവശ്യമില്ല. ഒരടിമക്ക് സ്വന്തമായ അവന്റെ റബ്ബുമായിട്ട് എപ്പോഴും ബന്ധപ്പെടാം. ആര് പറഞ്ഞു പറ്റൂല? ഈ കുറ്റക്കാരനാണെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നിന്റെ ശ്വാസോച്ഛ്വാസം നടത്തുന്നവൻ അവനാണ്, നിന്റെ ഹൃദയത്തെ മിടിപ്പിക്കുന്നവൻ അവനാണ്, നിനക്ക് വെള്ളവും വായു തരുന്നവൻ അവനാണ്, നിന്റെ കണ്ണിനെ ഇമ വെട്ടിക്കുന്നവൻ അവനാണ്, ഫുള്ള് നിയന്ത്രിക്കുന്നവൻ അവനാണ്. നീ എങ്ങനെ അവനൊന്ന് ദൂരാവുക? അതുകൊണ്ട് അള്ളാഹു വിദൂരസ്ഥനല്ല, അള്ളാഹു സമീപസ്ഥനാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. ഖുർആൻ അല്ലാഹ് പറയാൻ, ഏ നബിയെ, എൻ്റെ അടിമ എപ്പോഴെങ്കിലും തിന്മൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അവസ്ഥയിൽ എത്തുമ്പം എന്നെ പറ്റി ചോദിക്കും. വഇദാ സഅലക ഇബാദി അന്നി, എൻ്റെ ദാസന്മാർ എന്നെ കുറിച്ച് തങ്ങളോട് ചോദിച്ചാൽ എന്താ ഉത്തരം പറയേണ്ടത്? വഇദാ സഅലക ഇബാദി, എൻ്റെ ദാസന്മാർ നബിയെ തങ്ങളോട് ചോദിച്ചാൽ, അന്നി എന്നെ കുറിച്ച് ചോദിച്ചാൽ, ഫഇന്നി ഖരീബ്, ഫഇന്നി ഖരീബ്, ഞാൻ അവന്റെ സമീപസ്ഥനാണെന്ന് പറഞ്ഞേക്കും നബിയെ. 50 കൊല്ലം തമ്മാടിത്തത്തിലും 50 കൊല്ലം മദ്യപാനത്തിൽ കഴിഞ്ഞവൻ പ്രശ്നമില്ല സഹോദര, പ്രശ്നമില്ല. നിന്റെ റബ്ബിനത് പ്രശ്നമില്ല. ജനങ്ങൾ ഒരു പക്ഷേ നീ കള്ളുടനാന്ന് പറഞ്ഞേക്കാം. ജനങ്ങൾ ആർക്ക് വേണം? നീ നിന്റെ റബ്ബിലേക്ക് തിരി, എന്റെ അള്ളാഹുവിലേക്ക് തിരി. നിന്റെ അള്ളണ്ട്, അവൻ സമീപസ്ഥനാണ്. എവിടുന്ന് വിളിച്ചാലും കേൾക്കും നിന്റെ റബ്ബ്. ഈ തെമ്മാടിയാണെങ്കിലും നിന്റെ വിളി കേൾക്കും അവൻ. 3 നിബന്ധനകളാണ് തൗബക്കുള്ളത്. ഉത്ലുബ് മതാബൻ ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർക്കി الذنب ഫീമാ ഇസ്തഖ്ബല വബറാഅതും മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി. ഈ 3 നീ ഒന്ന് ഖേദത്തോട് കൂടി ആയിരിക്കണം തൗബ ചെയ്യേണ്ടത്. മതിയാക്കണം, ഖേദം ഉണ്ടാവണം. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്തതിൽ എനിക്ക് ഖേദം ഉണ്ടാവണം. ഞാൻ അങ്ങനെ സംഭവിച്ചു പോയി, എൻ്റെ 2020 വരെയുള്ള വർഷം അങ്ങനെ ആയിപ്പോയി. ഖേദം, നദാമത്തുണ്ടാവണം. രണ്ടാമത്തേത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു തിന്മ ചെയ്യൂല എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടാവണം. ഒരു തിന്മ ഇനി ഞാൻ ചെയ്യൂല. ഇതുവരെ ചെയ്തു, ഇനി എന്തെങ്കിലുമൊക്കെ ചാൻസ് വന്നാലും ഞാൻ ചെയ്തു പോകട്ടോ, അങ്ങനത്തെ അള്ളാഹ്ക്ക് ആവശ്യമില്ല. ഇനി ഞാൻ ചെയ്യൂല, അത് ഉറപ്പിച്ചു. എനിക്ക് എത്ര 1000 ചാൻസ് വന്നാലും ഞാൻ ചെയ്യൂല. കാരണം ഞാൻ എൻ്റെ റബ്ബിന് എത്ര കാലം വെറുപ്പിച്ചു, ഇനി ഞാനില്ല. ഇനി ഒരിക്കലും തിന്മ ചെയ്യൂല എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടാകുക. മനുഷ്യരുമായുള്ള ഇടപാടുകളിൽ അവനുമായുള്ള ആ ഇടപാടുകളെ തീർക്കുക. അത് ആ തിന്മയുടെ തൗബക്ക് ആവശ്യമുള്ളതാട്ടോ. എന്നുവെച്ചാൽ ഒരാളെ സാധനം മോഷ്ടിച്ചിട്ടുണ്ട്, അത് അയാളോട് പറഞ്ഞു തീർക്കണം. വെള്ളടിച്ചിട്ടുണ്ട്, ആരോട് പറയേണ്ട ആവശ്യമില്ല. വെള്ളടിച്ചിട്ടുണ്ട്, ആരോട് പറയേണ്ട ആവശ്യമില്ല. വ്യഭിചരിച്ചിട്ടുണ്ട്, ഓളോട് മാപ്പ് വയ്ക്കേണ്ട ആവശ്യമില്ല, ഓനോട് മാപ്പ് വയ്ക്കേണ്ട ആവശ്യമില്ല. അത് ഉടമസ്ഥനായ അള്ളാഹുവായിട്ടുള്ളതാണ്. മോഷണം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആളെ പറ്റിച്ചിട്ടുണ്ട്, ആളെ സമ്പത്ത് എന്തെങ്കിലും കൈവശപ്പെടുത്തിയിട്ടുണ്ട്, ഭൂമി കൈവശമാക്കിയിട്ടുണ്ട്, അതൊക്കെയാണ് ആദമിയുമായി മനുഷ്യരുമായി ബന്ധപ്പെട്ടത്. മദ്യപാനം, വ്യഭിചാരം അതൊന്നും ഓരായിട്ട് ബന്ധപ്പെട്ടതല്ല. അതാരായിട്ട് ബന്ധപ്പെട്ടതാണ്? റബ്ബായിട്ട്. മദ്യപിക്കാൻ സാധനം മോഷ്ടിച്ചതാണെങ്കിൽ മദ്യപാനത്തിന് ഇതുണ്ടാവും, മോഷ്ടിച്ചതിന് മറ്റേ പോകും. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ: 1 ഖേദമുണ്ടാവുക, 2 ഒരിക്കലും ചെയ്യൂല എന്ന് പറയാ, 3-മത്തേത് സൃഷ്ടികളുമായുള്ള ബാധ്യതകൾ പിന്നെ അതിൽ നിന്ന് ഒഴിവാവുക. അവരോട് പൊരുത്തപ്പെടിക്കാനുള്ളത് പൊരുത്തപ്പെടിക്കുക, തീർക്കാനുള്ളതാണ് തീർക്കുക. തിന്മ ചെയ്യൂല എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടാവുകയും ഇങ്ങനെ ഉറപ്പായി അള്ളാഹിനോട് ഞാൻ ചെയ്യൂല അള്ളാഹ് എന്ന് പറഞ്ഞ് തൗബ ചെയ്യുകയും ചെയ്തു. എന്നിട്ടൊരവസ്ഥയിൽ മനുഷ്യ സഹജമായ തിന്മ അവനിൽ വന്നു പോയാൽ വീണ്ടും അവനക്ക് തൗബക്ക് ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ അള്ളാഹുവാണ്.
പക്ഷേ അവസരം കിട്ടിയ സംഭവിച്ചു പോവും എന്ന് സംശയാസ്പദമായിട്ടാണ് തൗബ ചെയ്യണമെങ്കിൽ ആ തൗബ അംഗീകരിക്കുകയില്ല. കാരണം അള്ളാഹ് ആകെ നോക്കല്ലോ എൻ്റെ ഹൃദയത്തിക്കാണ്. ഇവൻ എന്ത് മനസ്സോട് കൂടിയാണ് പറയുന്നത്, ഇനി ചെയ്യൂല അള്ളാഹ് എന്നാണെങ്കിൽ ചെയ്യൂല എന്ന് തന്നെ തീരുമാനമാക്കുന്ന, പിന്നെ സാഹചര്യത്തിനും ചെയ്തു. അങ്ങനെ 1000 അല്ല 1,00,000 വട്ടവും ചെയ്താലും ഓനക്ക് അപ്പോഴും എന്തുണ്ട്? ഇപ്പം തൗബയ്യ കുറച്ച് കഴിഞ്ഞ് പിന്നെയും നോക്കാം, പിന്നെയും തൗബയ്യ. വർഷം ഇങ്ങനെ മാറുമല്ലോ. റമദാൻ മാസം വരും, ഇടക്കിടക്ക് ഇങ്ങനെ ഒരു 2 മാസം കൂടുമ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ തൗബയ്യ. ആ കുഞ്ഞാപ്പു കളി ആരും നടക്കൂല. അത് ഹൃദയം നോക്കിയിട്ടുള്ള കളിയാണ്. ഹൃദയത്തിൽ ഉറപ്പാണ് ചെയ്യൂല എന്നാണെങ്കിൽ ഓൻ തൗബ ചെയ്തു. ഓൻ കുറച്ച് ദിവസം കഴിഞ്ഞില്ല, പിറ്റത്തെ മണിക്കൂറിൽ തിന്മ സംഭവിച്ചാലും അള്ളാഹുവിനോട് വീണ്ടും എനിക്ക് തൗബക്ക് അവസരമുണ്ട്. ബാബു തൗബത്തി മഫ്തൂഹ, തൗബന്റെ വാതിൽ തുറന്ന് കിടക്കാണ്. എത്ര വരെ ഉണ്ട്? മാലം യുഗർഗിർ, റൂഹ് തൊണ്ടക്കുയിലെത്തുന്നത് വരെ, അല്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുന്നത് വരെ. അതുകൊണ്ട് സ്വാർമാരെ സ്നേഹമാരെ, തൗബക്കുള്ള ദിവസമാണ്. ഫുള്ള് കഴുകിക്കളല്ലാനോട്, ഫുള്ള് കഴുകുക. ഇനി ഒരു നല്ല ജീവിതത്തിന് ഒരുങ്ങാം, നല്ല ജീവിതത്തിന് ഒരുങ്ങാം. മനുഷ്യരോട് ഈ കാര്യം പറഞ്ഞു കൊടുക്കുക. നുമ്മത്ത് തിന്മയുണ്ട്, ഗതി ആൾക്കാരെന്നെ പറഞ്ഞു കൊടുക്കല്ല നന്നാവൂല എന്നാണ്. ആൾക്കാരെന്താ പറയല്? നന്നാവൂല. ഏതെങ്കിലും ഒരു കള്ളുടെ വെച്ചിട്ട് ഞാൻ ഇപ്പം എന്താ ചെയ്യാ, നിസ്കാരമൊക്കെ തുടങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇതൊന്നും ഇനി തുടങ്ങിയിട്ട് വലിയ കാര്യമില്ല, വലിയ കാര്യമൊന്നുമില്ല. ചിലർ നോമ്പ് വെച്ചിട്ടുണ്ടാവില്ല. ചില ആൾക്കാരൊക്കെ നോമ്പിന് കണക്കൊക്കെ കൊടുക്കും. എത്ര കൊല്ലം നോമ്പ് വെച്ചിട്ടുണ്ട്? നോമ്പൊക്കെ ഞാൻ ആകെ 3-4 നോമ്പ് ഒരു കൊല്ലത്ത് നോൽക്കുള്ളൂ. എനിക്കിപ്പോൾ എത്ര വയസ്സായി? എനിക്ക് 32 വയസ്സായി. 32 വയസ്സായില്ലേ? 10-15 വയസ്സ് കുറച്ചാൽ പിന്നെ ഉണ്ടാവുമല്ലോ ഒരു 17 കൊല്ലം. 17 കൊല്ലത്തെ നോമ്പ് എന്താ കാട്ടുക? അതിനൊക്കെ ഓരോ മുദ്ദ് കൊടുക്കണം ഒരു നോമ്പിന്. ഈ കൊല്ലത്തെ നോമ്പ് വെച്ചില്ലെങ്കിൽ അടുത്ത കൊല്ലാവുമ്പോൾ ഒരു മുദ്ദ് കൊടുക്കണം. അടുത്ത കൊല്ലം നോറ്റിയില്ലെങ്കിൽ പിറ്റത്തെ കൊല്ലം ഒരു നോമ്പിന് 2 മുദ്ദ്, 3-ാമത്തെ കൊല്ലാവുമ്പത്തിന് 3 മുദ്ദ്, 4, 5, 10 അങ്ങനെ കണ്ടെയ്നറിൽ എന്ത് ചെയ്യേണ്ടി വരും? വലിയ ഒരു ഗുഡ്സ് എൻ്റെ പെരേക്കന്നെ അടിച്ചേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഏത് ട്രെയിനിൻ്റെ വലിയ ഗുഡ്സ് വണ്ടി അരിച്ചാക്ക് മുഴുവൻ എൻ്റെ പെരേക്ക് അടിച്ചേണ്ടി വരും. ഒരു 10-15 കൊല്ലത്തെ നോമ്പിന് അത്ര കൂട്ടാണ്ടാവും. ഇതൊന്നും അങ്ങനെ നടക്കൂല മോനെ. ആക്കെ ചെറുപ്പത്തിൽ തന്നെ നോക്കട്ടെ, ഇനി കാളഴിച്ച് കുതിരഴിച്ച് തോന്നിയാസം കളിച്ച് ഇങ്ങനെ നടക്കുക. എന്നിട്ട് ഇപ്പം ഇങ്ങോട്ട് നന്നാൻ വരിക. അള്ളാഹു അതിന് കുതിർക്കല്ല. അതൊക്കെ ഇയാളെ കുയിന്താട്ടോ. ആരെ അയാളെ കുയിന്താണ്. കാരണം അയാൾക്ക് കള്ളുടിച്ചാൻ കഴിഞ്ഞില്ല, പിന്നെ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല, ഒന്നും കഴിഞ്ഞില്ല. അയാളെ കുയിന്താണ്. വേറെ ഒന്നും നിങ്ങൾ വസ്താക്കണ്ട. തോബക്ക് നിങ്ങൾ റെഡി ഉണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹു സ്വീകരിക്കാൻ റെഡിയാണ്. ബാക്കിയുള്ള നോമ്പ്, സക്കാത്ത്, മുദ്ദ് ഒക്കെ കണക്കുള്ളതാണ്. അന്ന് പ്രശ്നമില്ല, ഒക്കെ പരിഹരിക്കാം. അതിനൊക്കെ ഇസ്ലാം പരിഹാര മാർഗം ഉണ്ട്. അല്ലാണ്ട് കാലാകാലഞ്ഞു കേട് നടക്കാന്ന് അതിൻ്റെ അർത്ഥം കബീബിനെ ഒരിക്കലുമില്ല. നമ്മൾ അള്ളാഹ്ക്ക് പൊറുക്കാൻ പറ്റാത്തത് എന്താ ഉള്ളത്? ഓൻ ശിർക്കല്ലാത്തതൊക്കെ പൊറുക്കും. ഇന്നല്ലാഹ ലാ യഗ്ഫറു അൻ യുശ്റക ബിഹി വയഗ്ഫറു ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഖുർആൻ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അവനോട് ശിർക്ക് വെക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. ഇത് മാത്രങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി തിന്മ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. ശിർക്ക് അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. അള്ളാഹുവിനോട് ഒരു സംഗതിനെ ചേർക്കുക അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. അതാരാലും കുഴപ്പമില്ല, അള്ളാഹിലേക്ക് ആരും ചേർക്കരുത്, ഒരാളും ചേർക്കരുത്. ഒരു കുടുംബം ഒരു കുടുങ്ങിപ്പോവും. അതുകൊണ്ട് അള്ളാഹുവിനോട് തോബയും അള്ളാഹ് പുറത്തിരാൻ റെഡി ഉണ്ട്. പിന്നെന്താ വൈ? ഒരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നൊരു സംഭവം നമുക്ക് പറഞ്ഞു. ഒരാൾ 99 ആളെ കൊന്നു. എത്ര ആളെ വൈ? ഒരൊറ്റ ആളെ കൊന്നാൽ തന്നെ കഥ കഴിഞ്ഞു. ഇതെത്രയാണ്? സെഞ്ചുറി അടിക്കാൻ അങ്ങനെ നിൽക്കുകയാണ്. ഒരൊറ്റ ഒന്നും കൂടി കഴിഞ്ഞ് സെഞ്ചുറി ആവും. 99 ആളെ കൊന്നു. അയാളെ മനസ്സിന് മനസാന്തരം ഉണ്ടായി. എപ്പോ? 99 ആള് ഒരാൾ കൊല്ലമായി. ഒരാളെന്നെ അബദ്ധത്തിൽ കൊന്നാ അവൻ്റെ ജീവിതകാലം മുഴുവൻ ടെൻഷനായി മതിയാവും. ഈ കൊല ചെയ്ത ആൾക്കാരൊക്കെ ഭയങ്കര കിലാടിയാന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. ജയിലിൽ വരെ പോയി കണ്ടാൽ മതി. ഇത്ര പാവം വേറെ ആരും ഉണ്ടാവില്ല. കാരണം അതിൻ്റെ പശ്ചാത്താപം, അതിൻ്റെ കുറ്റബോധം, അതിൻ്റെ പ്രയാസം ഒക്കെ അയാൾ അത്ര തീണ്ടുണ്ടാവും. ഇത് 99 ആളായി. അയാൾ മനസ്താപത്തോടു കൂടി ഒരാളോട് ചോദിച്ചു, ഞാൻ 99 ആളെ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് തോപ ഉണ്ടാവുമെന്ന്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്പുള്ള ആളായിരിക്കും.
കുയിന്ത്. അയാൾ പറഞ്ഞു, അനക്കോ 99 ആളെ കൊന്ന അനക്കിഞ്ഞി തൗബേ, എൻ്റെ ഒക്കെ കഴിഞ്ഞു തരണം. അപ്പം അയാൾക്ക് ആകെ കലി പിടിച്ചു. ഇയാൾ 99 ആൾ കൊന്നാണ്, ഇയാളോടൊക്കെ വർത്താനം പറയുമ്പോൾ ഒന്നെങ്കിലും നോക്കണ്ടേ? അതൊന്നും ചിലർ നോക്കൂല. കുയിന്ത് അങ്ങോട്ട് വിളമ്പൂ. ഇയാൾ ഏതായാലും കഴിഞ്ഞ് ഇനിയിപ്പോൾ 100 ആയിക്കോട്ടെ അറിയണ്ട, അയാൾക്കോട് കൊടുത്തു പോണി. ഞാൻ പറയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. 100 ആൾ തേഞ്ഞു. അപ്പൊ അയാൾ 100 ആൾ തേഞ്ഞു. പിന്നെ അയാൾക്ക് സങ്കടമായി. അയാൾ വേറൊരു ആലിമിനോട് ചോദിച്ചു. അയാൾ ജനങ്ങളൊക്കെ ഇടപെട്ട് സാധാരണക്കാരൊക്കെ കൂട്ടത്തിലൊക്കെ നടക്കുന്ന ആളാണ്. അയാൾക്ക് ഈ സാധാരണക്കാരൻ്റെ ഒക്കെ അവസ്ഥ അറിയാം. അള്ളാഹിനെ പറ്റി നല്ലപോലെ അറിയുന്ന ആളാണ്. അള്ളാഹുലേക്ക് വിളിക്കുന്ന ആളാണ്. അള്ളാഹുലേക്ക് ആളുകളെ അടുപ്പിച്ചു കൊടുക്കണമെന്നും നരകത്തിൽ നിന്ന് മനുഷ്യരാശി രക്ഷപ്പെടണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാലിമാണ്. ഞാനും എൻ്റെ പെണ്ണുങ്ങളും പിന്നെ തട്ടാനും മാത്രം മതി എന്ന് വിചാരിക്കുന്ന ആളല്ല. ഞാനും എൻ്റെ ആൾക്കാരും മാത്രം പോണം. എവിടേക്ക്? സ്വർഗത്തേക്ക്. വേറെ ആരും വേണ്ട. എല്ലാവരും കേരളം പോയി ഇങ്ങനെ വന്നിട്ട് പോകണം. അഫ്ഗാനികളും പിന്നെ യൂറോപ്യനും ഒക്കെ പോകേണ്ട. ഇതിലെങ്ങനെ കേരളത്തിൽ കൂടെ വന്നെങ്കിലും ഇങ്ങനെയാണ് പോയിട്ട് എങ്ങനെയാണ് പോകണം? മനസ്സിലായി? മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ലയൊക്കെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ പോയാലേ എടുക്കത്തുള്ളൂ. അഫ്ഗാനിക്കും അതേമാതിരി തന്നെ കസാക്കിസ്ഥാൻകാരനും തുർക്കിക്കാരനും യൂറോപ്യനും ഒക്കെ സ്വർഗത്ത് പോകണമെങ്കിൽ എന്ന് വെച്ചാൽ നമ്മളാണ് ഇതിൻ്റെ ഫുള്ള്. ഞാനും തട്ടാനും എൻ്റെ പെണ്ണുങ്ങളും മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ചിന്താഗതിക്കാരനല്ല അയാൾ. അയാൾ ഉമ്മത്ത് സ്വർഗത്തേക്ക് പോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിമാരുടെയും ഫിക്കറിലാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് തോപല്ലാതെ. അപ്പൊ അയാൾക്ക് സന്തോഷമായി. എനിക്ക് തോപ്പുണ്ട, ഞാൻ 100 ആളെ കൊന്നിട്ട് സുഖമായിട്ട് തോപ്പുണ്ടായിരുന്നു. അപ്പൊ അയാൾക്ക് ഭയങ്കര പ്രതീക്ഷയായി, ആകാംക്ഷയായി. നന്നാണ് ബൈ. ഏത് കുരുത്ത ഏറ്റവും കൂടുതൽ തോപ ഉണ്ടായാൽ ആർക്കാണ്? ഏറ്റവും കൂടുതൽ തോപ ഉണ്ടായാൽ തിന്മ ചെയ്ത ആളുകൾക്കാണ്. കുരുത്തം കെട്ടി നമ്മൾ ഈ ബസാറിലൊക്കെ ഉണ്ടാവും, വെള്ളടി ചാടക്കുമ്പോഴൊക്കെ കിടക്കുന്ന ചെക്കന്മാരുണ്ടല്ലോ, ഒരാണ് ഏറ്റവും നല്ലവർ, മനസ്സിന്റെ ശുദ്ധത ഉള്ള ആൾക്കാർ ഓരായിരിക്കും. माल की तकब्बुर से बुरा है नेक की तकब्बुर. माल की तकब्बुर से बुरा है अमल की तकब्बुर. സമ്പത്തിന്റെ അഹങ്കാരത്തിനേക്കാളും മോശമാണ് നന്മകളുടെ അഹങ്കാരം. നന്മ ചെയ്തതിന്റെ പേരിൽ ഒരു അഹങ്കാരം ഉണ്ടാണ്ട്. സുബീക്ക് പള്ളി പോവുക, തഹജ്ജുദ് കേൾക്കുക, ഖുർആൻ ഓതുക, അയിമൽ അഹങ്കാരം ഉണ്ടാകുക. അഹങ്കാരം എന്ന് പറഞ്ഞാല് അഹങ്കാരം മനസ്സിലായോ? എൻ്റെ അർത്ഥം നിസ്കരിച്ചതിനോടൊക്കെ മോശക്കാരെന്നല്ല ഞാൻ പറഞ്ഞത്. അഹങ്കാരം ഉണ്ടാകുക എന്ന് വെച്ചാൽ ഇവനൊക്കെ മോശം, ഇവനൊക്കെ നരകത്തിലുള്ള ആളാണ്. ഞാൻ മാഷാ അല്ലാഹ് സുബീക്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ ഉണ്ടാവും. അതിനേക്കാളും നല്ലത് അത് അതിനേക്കാളും മോശമാണ്. കാരണം മറ്റോന് തോപെങ്കിലും ഉണ്ടാവും. ആർക്ക്? വെള്ളടിച്ചോന്. പക്ഷേ തഹജ്ജുദ് കേൾച്ചോന് അങ്ങനെ തോപ ചെയ്യാം. ഓന്തിനെ തോപ ചെയ്യുന്ന ഒരു അനുസരണക്കേടും ചെയ്തിട്ടില്ല. പക്ഷെ തക്കബ്ബുറുണ്ട്, അഹങ്കാരമുണ്ട്. മാൽ കി തക്കബ്ബുർ സെ ബുരാ ഹൈ അമൽ കി തക്കബ്ബുർ. നെഗി കി തക്കബ്ബുർ, നന്മന്റെ അമലുകളുടെ തക്കബ്ബുർ. അതുകൊണ്ട് ഇയാളെ കേതുണ്ട്. ഇയാള് 100 ആളെ കൊന്നിട്ട് ഇയാൾ സമാധാനിക്കില്ല. അയാള് ഉമ്മത്തി ഫിക്കറുള്ള ഒരു ആലിമിനെ കണ്ടു, ഒരു മനുഷ്യനെ കണ്ടു, നബവി ഫിക്കറുള്ള ഒരു ആലിമിനെ കണ്ടു. കാരണം എല്ലാവരും സ്വർഗത്തേക്ക് പോകണം. ഹംസ റളിയല്ലാഹു അൻഹു കൊന്ന വഹ്ശി സ്വർഗത്തേക്ക് പോകണം. ഉഹദിലുള്ള മുഴുവൻ ശുഹദാക്കളുടെയും ഖാതിലിന് ഷഹാദത്തിന് കാരണക്കാരായ ഖാലിദ് ഇബ്നു വലീദ് സ്വർഗത്തേക്ക് പോകണം. ആരാഗ്രഹമാണ്? റസൂലുള്ളാഹി ശാസനങ്ങൾ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഹുദൈബിയക്ക് പോയി അവിടത്തെ നബിതങ്ങൾ ശാസനങ്ങൾ സംസാരിക്കുമ്പം ഉംറക്ക് വേണ്ടി പിറ്റത്തെ വർഷം മറ്റോ പോയപ്പം ഖാലിദ് ഇബ്നു വലീദിന്റെ സഹോദരനെ കണ്ടപ്പോൾ, അനുജനെ കണ്ടപ്പോൾ പറഞ്ഞു, ഖാലിദ് എവിടെ? ഖാലിദ് നബിതങ്ങൾ ശാസനങ്ങൾ വരുന്ന ആ സ്ഥലത്തും കൂടി നിൽക്കാനുള്ള വെറുപ്പുകൊണ്ട് നാട് വിട്ടുപോയതാണ്. ആ ഖാലിദിനെ കുറിച്ചാണ് നബിതങ്ങൾ ശാസനങ്ങൾ. ഖാലിദ് ബുദ്ധിമാനാണ്. ഖാലിദ് എന്തായാലും ഇസ്ലാം സ്വീകരിക്കുന്നു. ആരെ പ്രതീക്ഷയാണ്? ഓതിൽ അത്ര ഷഹാദത്ത് ഉണ്ടാക്കിയത് ഇയാളാണ്. അപ്പോഴും നബിതങ്ങൾ ശാസനങ്ങളെ പ്രതീക്ഷ പോലില്ല. കാരണം ഖാലിദ് എങ്ങനെ നരകത്തേക്ക് പോകും? ഈ വാർത്ത ഖാലിദ് അറിഞ്ഞു റളിയല്ലാഹു അൻഹു. നബിതങ്ങൾ ശാസനങ്ങൾ ഇങ്ങനെ പറയുന്നത് ഖാലിദ് ബുദ്ധിമാനാണ്, ഖാലിദ് ഇസ്ലാം സ്വീകരിക്കും. ഖാലിദ് അങ്ങനെ മടയനൊന്നല്ല. പ്രതീക്ഷ ഉണ്ടായി. ഇതായിരുന്നു നബവി ചിന്ത, ഫിക്ര, നുബുവത്തിന്റെ ഫിക്ർ. ഇതാണ്. ഒരാളും നരകത്ത് പോകരുത്. നമ്മളെ ഫിക്റാണ്. ഒരു മനുഷ്യനും മുസ്ലിമോ ആരാവട്ടെ, നിരീശ്വരവാദി ഓനും പോകാൻ പാടില്ല. എല്ലാവരും സ്വർഗത്തേക്ക് പോകണം. അതിന് എന്നോട് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവന്റെ ചുമലിൽ കൈവെക്കേണ്ടെന്നാ കൈവെക്കണം. അവനെ കൂട്ടിപ്പിടിക്കണം. അവനെ ചേർത്ത് പിടിക്കണം. അത് ചെറിയ ചേർത്ത് പിടിക്കലായിരിക്കൂല.
ബിലാൽ ഇബ്നു റബാഹ് പറഞ്ഞു, അടിമ എന്ന നിലയിൽ അടിമപ്പണിയെടുത്ത് മക്കയിലൂടെ നടക്കുന്ന ഞങ്ങളെ മൃഗങ്ങളെക്കാളും കഷ്ടായിരുന്നു ഞങ്ങളെന്ന്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. മൃഗങ്ങൾ, കാരണം മൃഗങ്ങളെ ചീത്തറിന് അതിലൊരു ഒന്നും മനസ്സിലാവില്ലല്ലോ. കഴുത വിളിച്ചു, ആരെ? കഴുതക്ക് ദേഷ്യം പിടിക്കുക ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ടിട്ട് അങ്ങനെ പോയി. പക്ഷെ ഒരു മനുഷ്യനെ കഴുതെന്ന് വിളിച്ചാലോ? ഒരു പോത്തേന്ന് വിളിച്ചു, ആരെ? ഒരു പോത്തിനെ, അതിനൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു മാന്യനായ മനുഷ്യനെ പോത്തേന്ന് വിളിച്ചാൽ അയാൾക്ക് വിഷമം ഉണ്ടാവും. ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, മൃഗങ്ങളെ അടിക്കണ പോലെ ഞങ്ങൾ അടിക്കും, മൃഗങ്ങളെ ചീത്ത വിളിക്കണ മാതിരി ഞങ്ങൾ ചീത്ത വിളിക്കും. പക്ഷെ മൃഗങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്ക് പ്രശ്നം, ഞങ്ങൾ മൃഗങ്ങളെക്കാളും താഴെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിത്തടത്തിൽ നുബൂവത്തിന്റെ ചുണ്ടുകൊണ്ട് മുത്തം കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ചേർത്ത് പിടിച്ചു. ബിലാലിന് ആശ്വാസമായി. ഇതാണ് ഇന്നും ആഗ്രഹിക്കുന്നത്. കെളിമുള്ള ആൾക്കാർ, നിസ്കാരക്കാർ മദ്യപാനെ കൂട്ടിപ്പിടിക്കും, ഓനെ ചേർത്ത് പിടിക്കും. ഓനക്ക് കിട്ട നഷ്ടപ്പെട്ടു പോയ കുറെ സാധനമുണ്ട്. ഓന് മദ്യത്തിന്റെ ഹരം കൊണ്ട് കുടിക്കല്ലാതെ, അത് കുടിക്കാൻ വലിയ ടേസ്റ്റുള്ള സാധനമൊന്നുമല്ല. മുന്തിരി ജ്യൂസ് കുടിക്കുന്ന മാതിരി, പൈനാപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും കുടിക്കുന്ന മാതിരും ഫലൂദ കുടിക്കുന്ന മാതിരും ഒന്നല്ല അത്. അത് പ്രയാസപ്പെട്ട് കുടിക്കാണ്. പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിനൊരു ആനന്ദം ഉണ്ടാവും. ഒരു കുറഞ്ഞ സമയത്തേക്കെങ്കിലും താങ്ങാനാകാത്ത വിഷമത്തിൻ്റെ പേരിൽ അവൻ അറിയാതെ നടന്നു നീങ്ങാണ് മദ്യഷാപ്പുകളിലേക്കും മദ്യത്തിൻ്റെ അഡ്ഡകളിലേക്കും. ഓൻ്റെ കൈക്ക് പിടിക്കാൻ, ഓനെ മാറോട് ചേർക്കാൻ ഈമാൻ്റെ അഹലുകാരായ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞില്ല. ഈമാൻ്റെ അഹലുകാരായ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ സമുദായം ഇങ്ങനായി. അതുകൊണ്ട് നബി തങ്ങളുടെ ഫിക്റും വേദനയും ഉമ്മത്ത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഉമ്മത്തിന് താങ്ങും തണലാവാൻ, തലോടാൻ ആളുണ്ടാവൂല. ജീവിതത്തിൽ ഒരു പ്രാവശ്യം മദ്യപിച്ചവൻ, പലതവണ മദ്യപിച്ചവൻ, അവൻ നശിച്ച് നരകത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് തള്ളിയാൽ ആരാണ് അവനെ രക്ഷപ്പെടുത്താനുള്ളത്? അവൻ മാത്രമല്ല നരകത്തേക്ക് പോവുക, അവന് സാമ്പത്തിക നഷ്ടവും, മദ്യപിക്കാൻ കാശില്ലാതായാലും അവൻ അടുത്ത ആളെ നേക്കിടും, അടുത്ത ആളെയും കൂട്ടിട്ടോ മദ്യപാനം പഠിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ സമുദായം മൊത്തം മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെ ഒക്കെ അടിമകളാവും. യുവതലമുറ നശിക്കും. അവരെ അകറ്റിയാൽ, അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടത്. തിന്മകളുള്ള ആളെ ചേർത്ത് പിടിച്ചു. എനിക്ക് വ്യഭിചരിക്കണം, ഞാൻ ഇസ്ലാം സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത് എങ്ങനെയാണ്? പോടാ, നിന്റെ ഇസ്ലാം ഒന്നും ഇവിടെ വേണ്ട, അവന്റെ കഴുത്ത് വെട്ടിന്ന് പറയാമായിരുന്നു. മദീന മുനവ്വറയിലായിരുന്നു അത്. ഉമർ ബിൻ ഖത്താബും അതുപോലെ തന്നെ സഹാബാക്കൾ, സജ്ജരായ സഹാബാക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അടുത്തു വിളിച്ചു, ചേർത്ത് പിടിച്ചു, അയാളോട് സംസാരിച്ചു. നീ വ്യഭിചരിച്ചോ കുഴപ്പമില്ല, പക്ഷേ നീ ഒരു കാര്യം പറ, നീ വ്യഭിചരിക്കും, നിന്റെ മാതാവിനോടൊപ്പം ഒരാൾ വ്യഭിചരിച്ചാൽ എനിക്ക് ഇഷ്ടാവുമോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, അതൊരിക്കലും ഞാൻ വിടൂല എന്ന്. ഭാര്യന്റെ കൂടെയും സമ്മതിക്കൂലായിരുന്നു, മകളെ കൂടെയും സമ്മതിക്കൂലായിരുന്നു, സഹോദരന്റെ കൂടെയും സമ്മതിക്കൂലായിരുന്നു, ഓനൊന്നും ഞാൻ വിടൂലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചോദിച്ചു, നീ ആരെങ്കിലും വ്യഭിചരിക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെയെങ്കിലും മാതാവായിരിക്കും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഹോദരിയായിരിക്കും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും മകളായിരിക്കും, അവരിഷ്ടപ്പെടുമോ? തങ്ങളുടെ മുബാറക്കായ കൈ ആ നെഞ്ഞത്ത് വെച്ചു. ഒരു നുബുവത്തിന്റെ കൈ തിന്മയിൽ ലയിച്ചൊരു മനുഷ്യന്റെ നെഞ്ഞത്ത് വെച്ചു. ആ സഹാബി പറയാണ്, എനിക്ക് പിന്നെ വ്യഭിചാരത്തെക്കോളം വെറുപ്പുള്ള വേറൊരു പ്രവൃത്തി ഉണ്ടായിട്ടില്ല. ഇതായിരുന്നു നബവി ദഅവത്ത്, നബവി ഫിക്ർ ഇതായിരുന്നു, നബി തങ്ങളുടെ ഫിക്ർ ഇതായിരുന്നു. ഈ ഫിക്ർ, ചിന്ത എനിക്കും ഇങ്ങൾക്കുണ്ടാണ്. ഒരാളും നശിക്കരുത്, എല്ലാവരും ചേർത്ത് പിടിക്കണം. 100 ആളെ കൊന്ന ആളോടും അയാൾ പറഞ്ഞു, തൗബണ്ട് നിങ്ങൾക്ക്, ശാഖ ഒരു നിബന്ധനയുള്ളൂ, നിങ്ങൾ ഈ നാട്ടിൽ നിന്നാൽ നിങ്ങളെല്ലാവരും 100 ആളെ കൊന്നാനമായിരാക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഈ നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് പോയിക്കോളി. അത് നിങ്ങളുടെ തൗബക്കും നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷത്തിനും നിങ്ങളുടെ ദീനിന്റെ പുരോഗതിക്കൊക്കെ അത് നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ വേറെ നാട്ടിലേക്ക് പോയിക്കോളി. അത്ര നല്ല വാക്കാണ്. ഈ ആ കളിനെ എൻ്റെ കൂട്ടുകാരെ കൂട്ടത്തിൽ നിന്ന് ഒന്നോട് മാറിയേക്ക്, മാറും, എന്തായാലും എൻ്റെ മാറ്റം ഉണ്ടാവും. അദ്ദേഹം നടന്ന് പോകുന്ന വഴിയിൽ അദ്ദേഹം മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അദാബിന്റെ മലക്കുകളും വന്നു, റഹ്മത്തിന്റെ മലക്കുകളും വന്നു. എല്ലാ റമദാനും നിങ്ങൾ കേൾക്കുന്നതാണ്. ഞാൻ സംഭവം വിശദീകരിച്ച് പറയാം. എൻ്റെ സാധനം ഇതാണ്. അവസാനം അളന്ന് നോക്കുമ്പോൾ ഒരു ചാൺ അയാൾ പോയ നാട്ടിലേക്ക്, തൗബ ചെയ്യാൻ പോയ നാട്ടിലേക്ക് അടുത്തിട്ടുള്ളത്, തിന്മ ചെയ്ത നാട്ടിനേക്കാളും. അതുകൊണ്ട് റഹ്മത്തിന്റെ മലക്കുകൾ അദ്ദേഹത്തെ കൊണ്ടുപോയി എന്ന് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് എനിക്കും ഇങ്ങൾക്കും പറഞ്ഞുതരാണ്. ഉമ്മത്തിൽ തിന്മ ആൾക്കാരുണ്ടാവും, ഓരോ കൂട്ടിപ്പിടിക്കും, ഓരോ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടോ പോയി. തൗബന്റെ കബൂലിയത്തിന്റെ ഭാഗമാണത്. ദീനിന്റെ ഫിക്റും ചിന്തയായിട്ട് സഞ്ചരിക്കും. സഹാബാക്കൾ സഞ്ചരിച്ചതുപോലെ നമ്മളെ നാടുകളിലേക്ക് ഏതെല്ലാം നാളുകൾ വന്നു. ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഖാജ മുഈനുദ്ദീൻ ചിശ്തി, അദ്ദേഹം അജ്മീറുകാരനല്ല. അജ്മീറിൽ വന്നുകൊണ്ട് പിന്നെ അജ്മീരി എന്ന് പറഞ്ഞ ആദ്യം ചിശ്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹം ഇന്ത്യയിലേക്ക് ദീനിന്റെ പ്രബോധനത്തിന് വന്നതാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഹിദായത്തിലായിട്ടുണ്ട്. ഓരോ ആൾക്കാരും ഇന്ത്യയിലേക്ക് വന്നു ദീനുമായി ലോകത്തിന്റെ നാനാഭാഗത്തും സഞ്ചരിച്ചു. ഹളറമത്തുനിന്ന് വന്ന ആൾക്കാരാണ് സയ്യിദന്മാർ. യമന്ന് ഒരു പൈസ ഉണ്ടാക്കാൻ വന്നതൊന്നുമല്ല. മമ്പറും തങ്ങളെ ഏക്കറാണല്ല, മമ്പറും ചെമ്മാടും മുഴുവനും അല്ലേ? ആണോ വൈ? അല്ല, ഒരു പൈസ ഉണ്ടാക്കാൻ വന്നതല്ല. ഒരല്ലാഹുവിന്റെ ദീനുമായി വന്നവരാണ്. വലിയ സംഘങ്ങൾ. മാലിക് ബിൻ ദീനാർ വന്നു. അവരുടെ സഞ്ചാര യാത്രയിൽ അവർ പോയ സ്ഥലത്തൊക്കെ ഉണ്ടാക്കിയത് മസ്ജിദുകളാണ്. കൊടുങ്ങല്ലൂർ ഉണ്ടാക്കി, കാസർഗോഡ് ഉണ്ടാക്കി, ഇതിന്റെ ഇടയിൽ കുറെ സ്ഥലങ്ങളിൽ മസ്ജിദുകൾ ഉണ്ടാക്കുക, അവിടെയുള്ള ആളുകളെ വിളിച്ചുകൂട്ടുക, അവിടെ ദീനിന്റെ പച്ചമം നടക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവുക, അല്ലാണ്ട് അവിടെ തന്നെ നിൽക്കലല്ല. അങ്ങനെ ദീൻ ലോകത്ത് കേരളക്കരയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ദീനുണ്ടായി. ഇന്ന് ദീനിന് വേണ്ടി ഹർക്കത്തില്ലാതായി, ദുനിയാവിന് വേണ്ടി യാത്ര ചെയ്യാൻ തുടങ്ങി. ഒരൊറ്റ സഹാബി ദുനിയാവിന് വേണ്ടി ഇത്ര വിശാലമായി യാത്ര ചെയ്തതാരാണത്? നമ്മൾ ഫുള്ള് ദുനിയാവിന് വേണ്ടിയിട്ട് അവരെ നാട്ടിലൊക്കെ, സഹാബാക്കളുടെ നാട്ടിലൊക്കെ നമ്മൾ തിരിഞ്ഞളിക്കുക. ഇവിടെ എല്ലാ സ്ഥലത്തും ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്, ഉഗാണ്ട, തെൻസാനിയ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ. ഞാൻ ഇന്നലെ ഒരു കടയിൽ ഒരു സാധനം വാങ്ങാണ്ടി പോയതായിരുന്നു. അപ്പൊ ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞപ്പം പറഞ്ഞു അവൻ തെൻസാനിയ പോയിന്, ഉഗാണ്ടയിൽ പോയിന്, ആഫ്രിക്കൻ രാജ്യത്തൊക്കെ പോയിന്. ഒരു കുപ്പിയിൽ ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ഓട്ടിട്ടിട്ട് കോഴി ഇറക്കണ കത്തിമക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നവന് കഴുകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പുതിയ ഐഡിയ ആണല്ലോ, വെള്ളം കുറച്ച് മതിയല്ലോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ആഫ്രിക്കൻ രാജ്യത്ത് വെള്ളത്തിന് ഇത്ര ടൈറ്റ് ഉണ്ടെന്ന് ഞാൻ കണ്ടതാണ്. ഞാൻ ചോദിച്ചു ഇയാടെ ആഫ്രിക്കയിലൊക്കെ പോയെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു തെൻസാനിയ അവിടെ. നമ്മളിവിടെ നിന്നൊക്കെ ജമാഅത്തുകളവിടെ വരലുണ്ടായിരുന്നു. അപ്പൊ തെൻസാനിയയിലൊക്കെ പോയിന്. എന്തിനു പോയി? പൈസക്ക് വേണ്ടി എവിടെയും കൊല്ലങ്ങൾ യാത്ര ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇപ്പോഴും നമ്മളെ പ്രശ്നം സൗദിക്ക് ഫ്ലൈറ്റ് തുറന്നില്ല എന്നല്ല, അവിടെ ശ്വാസം മുട്ടി നിൽക്കുകയാണ്. അരിയൊക്കെ കിട്ടാതെ എങ്ങനെ ഇടങ്ങറായി നിൽക്കണം. അരി സൗദിക്ക് തുറന്നില്ല, മറ്റൊടത്ത് തുറന്നില്ല. എന്തിന്? ഒമ്രയുള്ള കൊതി കൊണ്ടും അജറുൽ അസ്വദ് മുത്താനുള്ള പൂതി കൊണ്ടൊന്നല്ല സൗദിക്ക് ഫ്ലൈറ്റ് വെക്കാത്ത പ്രശ്നം. പിന്നെന്താ? ദുനിയാവിന്റെ റിയാലുകൾ വാങ്ങിയെടുത്ത് പോരാനുണ്ട്. എന്നിട്ട് ഇവിടെ സൗദി അറേബ്യയിലേക്ക്, അല്ലെങ്കിൽ ദുബൈയിലേക്ക്, ഖത്തറിലേക്ക്, കുവൈത്തിലേക്ക്, UAE-യിലേക്ക്, അതേപോലെ തന്നെ GCC-യിലേക്ക്, അല്ലെങ്കിൽ അതിനപ്പുറത്ത് ഓസ്ട്രേലിയ, ഫിജി, അവിടെ എല്ലാ സ്ഥലത്തേക്കും യാത്ര ചെയ്തതിന്റെ മെച്ചം കാണുന്നത് എവിടെയാണ്? ഇതാ കേരളത്തിൽ മലപ്പുറമൊക്കെ കണ്ടാൽ അറബികൾ കിട്ടും. നമ്മളെ ജില്ലയിൽ ഒരു അറബി പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു. അയാള് കുറച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത്, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ വളരെ കുറച്ചുള്ള രാജ്യമാണ്, അവിടെ ഒരു പള്ളി ഉണ്ടാകുക, അവിടുത്തെ മുസ്ലിമീങ്ങൾ നിസ്കരിക്കുക, മാഷാ അല്ലാഹ് എൻ്റെ സമ്പത്ത് അതിൻ്റെ പേരിൽ ചിലവായ വലിയ കാര്യമെന്നൊക്കെ വിചാരിച്ച് അയാൾ കഷ്ടപ്പെട്ട് കുറച്ച് പൈസ കൊടുത്ത് പള്ളിയൊക്കെ ഉണ്ടാക്കി. ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് വിളിച്ചു. അദ്ദേഹം ഒരു ആഷ്പോഷ് അറബിയല്ല, അയാൾ കിട്ടുന്ന ഹലാലായ വരുമാനത്തിൽ നിന്ന് കുറച്ച് നീക്കി വെച്ചിട്ട് പള്ളി ഉണ്ടാക്കിയതാണ്. നമ്മളെ ജില്ലയിലാണ്. അങ്ങനെ അയാൾ പള്ളി ഉണ്ടാക്കി, പള്ളീൻ്റെ ഉദ്ഘാടനത്തിന് വന്നു. അപ്പോൾ അയാൾ അറബി ഒന്നല്ലേ, അപ്പോൾ അയാളെ താമസിപ്പിക്കാൻ വേണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെരയിൽ AC ഒക്കെ ഇട്ട് അയാളെ താമസിപ്പിച്ചു. അപ്പോൾ അയാൾ പോകുമ്പോൾ എല്ലാ പെരയും ഒക്കെ കണ്ടു. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇനി പള്ളി നടത്തിക്കൊണ്ടാൻ വേണ്ടി ഒരു കോംപ്ലക്സും കൂടി ഉണ്ടാക്കിയാൽ കുഴപ്പമില്ല എന്ന്. അതിൻ്റെ ഒരു പ്ലാനൊക്കെ കൊടുത്തു. പെരയെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ മലയാളിക്ക് എങ്ങനെ ആളെങ്ങനെ വസൂലിയാക്കേണ്ടതെന്ന്. മലയാളി കഴിഞ്ഞിട്ട് അള്ളാൻ്റെ ഭൂമിയിൽ വേറെ ആളുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ ഒരു പ്ലാൻ എടുത്ത് കൊടുത്തപ്പോൾ അദ്ദേഹം അങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഉണ്ടാക്കിയ പള്ളിൻ്റെ കാര്യത്തിൽ ഞാൻ ഖേദിക്കാണ്. അപ്പം എന്താ ചോദിച്ചു അദ്ദേഹത്തിനോട്. പറഞ്ഞു ഈ പെരൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ പള്ളി ഉണ്ടാക്കിക്കൂടെ? ഇത്ര വലിയ പെരകളൊക്കെ ഉണ്ടാക്കിയ ആളുകൾക്ക് ഈ നാട്ടിൽ ഒരു പള്ളി ഉണ്ടാക്കിക്കൂടെ? അയാൾ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് വരുന്നത്.
അയാൾ ഇന്ത്യനെ പറ്റിയൊക്കെ കേട്ടത് ഇങ്ങനെ എന്തൊക്കെയോ ആണ്, പ്രശ്നങ്ങളാണ്, അങ്ങനെ കഷ്ടപ്പെടുന്ന പാവങ്ങളാണ്, നൈറ്റങ്ങൾക്ക് ഒരു പള്ളി എന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ അയാളെ വാങ്ങാൻ പറ്റിയ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. നമ്മളെ ജില്ലയിൽ സ്ഥലത്തിന്റെ പേര് പറയാക്കാൻ ഞാൻ പറഞ്ഞത്, യാത്ര ചെയ്ത് ദുനിയാവിന്റെ പേരിൽ വർഷങ്ങൾ ത്യജിച്ചപ്പം നമ്മുടെ നാടിന്റെ മുഖച്ഛായ മാറി. സഹാബാക്കൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി യാത്ര ചെയ്തപ്പം ലോകത്ത് അതിന്റെ സ്വഭാവം മാറി. ഈജിപ്ത്, മിസ്ർ, ഫിറോൻകാക്കന്റെ നാട്, അതൊരിക്കലും ഒരു അറബി കൺട്രി അല്ല. പക്ഷെ മിസ്രിൽ ഇപ്പോഴും അറബി സംസാരിക്കും. മിസ്രികൾ എല്ലാവർക്കും പരിചയം ഉണ്ടാവും, വിദേശ രാജ്യം ജോലി ചെയ്യുന്നുള്ളൂ, അല്ല അറബിയാ സംസാരിക്കല്. അത് അവരുടെ നാട്ടിലെ ഭാഷ അറബി അല്ല. പക്ഷെ സഹാബാക്കളുടെ സംഘം ചെന്നിട്ട് ഓരോ ഭാഷ വരെ മാറ്റി. ഞാൻ പറഞ്ഞത് സഹാബാക്കളുടെ യാത്ര ഉണ്ടായതുകൊണ്ടാണ് നാട്ടിൽ ദീനുണ്ടായത്. ഇന്ന് ഞാനുങ്ങളൊക്കെ ഈ ഗലികളും കമ്പോളങ്ങളും വീടുകളും ഇടവഴികളും കയറി ഇറങ്ങി അള്ളാഹിനെ കുറിച്ച് പറയണം. മുസ്ലിം ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് തൗബ ചെയ്യാൻ പറയണം, ഓനെ കൂട്ടിപ്പിടിക്കണം. ഹബീബായ നബി ബിലാൽ ഇബ്നു റബാഹിന്റെ നെറ്റിയിൽ മുത്തം വെച്ചതുപോലെ അവനോട് മുഅ്മിനീങ്ങൾ ചേർത്ത് പിടിക്കും നെഞ്ഞത്തേക്ക്. അവന്റെ മനസ്സ് മലിയും. അവനെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുവിക്കട്ടെ. ആ നാട് വിട്ടിട്ടോ വേറെ നാട്ടിൽ പോട്ടെ, അവന് മാനസികമായി സ്വസ്ഥമായ അമലുകൾ ചെയ്യട്ടെ. ഇതിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഖുറൂജ്. ഇതിനു വേണ്ടിയിട്ടാണ് ആളുകൾ അള്ളാഹിന്റെ മാർഗത്തിൽ പുറപ്പെടുന്ന ബാഗും സാധനങ്ങളൊക്കെ ആയിട്ട്. നമ്മുടെ ആയിരിക്കും ഒരു ബുദ്ധിയില്ലാത്ത ഏതോ മടയന്മാരാണെന്ന്. അല്ല, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ മണ്ടത്തരാണ്. ലോകാടിസ്ഥാനത്തിൽ അപ്നാ ജാൻ അപ്നാ മാൽ, സ്വന്തം സമ്പത്തും സ്വന്തം ശരീരവും ചെലവഴിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാർ ബാഗും എടുത്ത് അവരുടെ ഭാര്യമാരും കുട്ടികളെയും കച്ചവടവും കൃഷിയൊക്കെ തർത്തീബാക്കിയിട്ട് ആളുകൾ അള്ളാന്റെ വഴിയിൽ സഞ്ചരിക്കാൻ തുടങ്ങി. അതിന്റെ മാറ്റം ലോകാടിസ്ഥാനത്തിൽ കാണുന്നുണ്ട്. ലോകാടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾ ഇതിനെ കണ്ടിട്ടും കണ്ടില്ല എന്ന് വിചാരിച്ചാൽ നഷ്ടം അമ്മക്കാണ്. ഒരു കവി പറയുന്നുണ്ട്, പൊടിപടലങ്ങൾ കെട്ടടങ്ങട്ടെ. പൊടിപടലങ്ങൾ, ആകെ പൊടിപടലങ്ങളൊക്കെയാണ്, അതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല. കവി പറയാൻ പിറകെ നീ കാണുക തന്നെ ചെയ്യും. ഇദൻ കശഫൽ ഗുബാറു, പൊടിപടലങ്ങൾ കെട്ടടങ്ങട്ടെ. നീ കഴുതപ്പുറത്താണോ ഒട്ടകപ്പുറത്താണോ യാത്ര ചെയ്യുന്നത് എന്ന് നിനക്ക് അപ്പം അറിയാം എന്ന് അറബി കവി പറഞ്ഞതുപോലെ നമുക്കറിയാം. ഈ ബാഗും തൂക്കി ഓരോ ഗലികളും കമ്പോളങ്ങളും മസ്ജിദുകളും കയറി ഇറങ്ങുന്നവർ മടയന്മാരാണോ അതോ ബുദ്ധിമാന്മാരാണോ എന്ന്. പൊടിപടലങ്ങൾ കെട്ടടങ്ങട്ടെ. ഈ ദുനിയാവിന്റെ ജീവിതം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുമ്പം നമുക്ക് മനസ്സിലാവും ആരാണ് ബുദ്ധിമാന്മാർ. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ വീട് വിട്ടിറങ്ങിയത്, എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ കച്ചവടങ്ങളും വീടുകളും തർത്തീബാക്കി അള്ളാഹുവിന്റെ കലിമയുമായി ഗലികളും കമ്പോളങ്ങളും കയറിയിറങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട്, ഈമാനിന്റെ അഹ്ലുകാരോട്, മുഅ്മിനീങ്ങളോട്, പടച്ചവന്റെ ദീനോട് കൂറുള്ളവരോട് ഞാൻ നിങ്ങളോട് പറയാൻ, നിങ്ങളുടെ സമ്പത്തും ശരീരവും വെറും ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാതെ സ്വന്തത്തിലും മനുഷ്യരാശിയിലും ദീനുണ്ടാവണം. അതിനുവേണ്ടി സമ്പത്തും ചെലവാക്കി ശരീരം ചെലവാക്കി. നമ്മൾ പൈസ കൊടുക്കും, ശരീരം ചെലവാക്കൂല, ശരീരം ചെലവാക്കും, പൈസ കൊടുക്കൂല, രണ്ടുമില്ല. അപ്നാ ജാൻ അപ്നാ മാൽ ബി അംവാലിക്കും വ അൻഫുസിക്കും എന്നാണ് ഖുർആൻ പറഞ്ഞത്. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ശരീരം, ഇത് രണ്ടും ചെലവാക്കി പണിയെടുക്കിൻ. അല്ലാഹു തആല നമ്മളുടെ വാക്കുകൾ, നമ്മളെ പ്രവർത്തനങ്ങൾ, സ്പർശനം വഴിയായി മനുഷ്യരാശിക്ക് ഹിദായത്തിനാകും. അല്ലാഹു തആല ഉമ്മത്തിന്റെ ഹിദായത്തിന് കാരണക്കാരാവുന്ന ആളുകളെ കൂട്ടത്തിൽ പടച്ചവൻ നമ്മളെല്ലാവരെയും ആക്കുമാറാവട്ടെ. ഹിദായത്തിന്റെ താക്കോലുകൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, തൂബ ലിഅബ്ദിൻ ജഅലഹു അല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈർ വ മിഗ്ലാഖൻ ലിശ്ശർ. ഒരടിമക്ക് മംഗളം, മംഗളാശംസകൾ. ആരാണ് ആ അടിമ? ജഅലഹു അല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈർ, നന്മയുടെ താക്കോലാക്കി അല്ലാഹു അവനെ. അവൻ തൊടുന്നിടത്തൊക്കെ നന്മ ഉണ്ടാകുകയാണ്, അവനെ നന്മന്റെ താക്കോലുകളാക്കി. വ മിഗ്ലാഖൻ ലിശ്ശർ, തിന്മകളുടെ പൂട്ടുമാക്കി. അവർക്ക് മംഗളമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു ആ അടിമകളിൽ നമ്മളെല്ലാവരെയും അല്ലാഹു ആക്കുമാറാവട്ടെ. സഹാബാക്കളുടെ കാൽപാദങ്ങളെ പിൻപറ്റി അവർ സമ്പത്തും ശരീരവും കഴിവും യോഗ്യതകളും അല്ലാഹുവിന്റെ തൃപ്തിയുടെ വഴിയിൽ ചെലവാക്കി നാടുകൾ നാടുകൾ, രാജ്യങ്ങൾ രാജ്യങ്ങൾ അള്ളാഹുവിന്റെ കെലിമക്ക് വേണ്ടി സഞ്ചരിച്ചതുപോലെ ഇനിയുള്ള ആയുസെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിയുടെ വഴിയിൽ രാജ്യങ്ങൾ രാജ്യങ്ങൾ, നാടുകൾ നാടുകൾ, ഇടവഴികൾ, കമ്പോളങ്ങൾ, വീടുകൾ, പള്ളികൾ പള്ളികൾ കയറിയിറങ്ങി അള്ളാഹുവിന്റെ കെലിമ ലോകത്ത് ഉയരാൻ വേണ്ടി പണിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ പടച്ചവൻ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന്റെ ഭാഗമായിട്ട് ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോകാനുള്ള സംഘങ്ങൾ, ആൾക്കാർ ഇൻഷാ അല്ലാഹ് പുറപ്പെടുന്നുണ്ട്. അതിൽ താല്പര്യമുള്ളവർ, ആഗ്രഹിക്കുന്നവർ ഇൻഷാ അല്ലാഹ് അവരും കൂടി
ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് ഏതെങ്കിലുമൊക്കെ സമയങ്ങളിലായി അള്ളാഹ് തന്ന സമയത്ത് ഒഴിവാക്കിയെടുക്കിൻ. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കുറച്ച് നന്മകൾ ഭൂമിയിൽ ബാക്കിയാവുന്ന നിലയിൽ പണിയെടുക്കാൻ വേണ്ടി സമയത്തെയും സമ്പത്തിനെയും മാറ്റിവെക്കിൻ. അള്ളാഹു നമ്മളെ കൂടുതൽ കബൂലാക്കുമാറാവട്ടെ. നന്മയുടെ സഹായികളായി അള്ളാഹു നമ്മളെല്ലാവരെയും ആക്കുമാറാവട്ടെ. വാഹിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.